बात ऐसे लिखा कि ഭക്തിയെക്കുറിച്ച് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു. पौलुस अंतिम जमाने के बारे में जब चेतावनी दे रहा था तभी कि അന്ത്യ സമയത്തെക്കുറിച്ച് പൗലോസ് വാർണിംഗ് കൊടുക്കുന്ന സമയത്ത് ഹല്ലേലൂയ अंत्य സമയത്തെക്കുറിച്ച് പൗലോസ് മുന്നറിയിപ്പ് കൊടുക്കുന്ന സമയത്ത് जब अंतिम समय के बारे में जब पौलुस जो है चेतावनी दे रहा था. ബൈബിളിൽ അന്ത്യ സമയത്തെക്കുറിച്ചുള്ള ഒത്തിരി മുന്നറിയിപ്പുകളുണ്ട്. बाइबल में बहुत सारी बातें हैं जो अंतिम समय के बारे में हैं. നിങ്ങൾക്കറിയാമോ പ്രിയമുള്ള ദൈവമക്കളെ, നാം എത്തി നിൽക്കുന്നത് ഒരു അന്തിമ സമയത്താണ്. क्या आप जानते हो मेरे प्रियो, हम जो अंतिम समय की ओर आके खड़ा है. ഇനി എത്ര നാള് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്കറിയില്ല. अभी कितने समय तक ये चीजें इस प्रकार चलेंगे हमें पता नहीं. ലോകത്തിലെ ലോകരാജ്യങ്ങളുടെ ലോകത്തിലെ ഓരോ മേഖലകളിലൂടെ ചലനങ്ങളെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് ഇത് മനസ്സിലാകും. जो दुनिया के हर एक राज्यों का जो भी चाल चलन अगर नजदीकी से अगर उसको बारीकी से देखेंगे, देखने वाले परमेश्वर के बच्चों को समझेंगे. ഈ വേദപുസ്തകത്തിൽ പറയുന്ന അന്ത്യകാലത്തിന്റെ ഒത്തിരി ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. कि वचन में जो कहने वाला अंतिम समय के बहुत सारे जो चीजें हम देख रहा है. ഹല്ലേലൂയ. അത് നമുക്ക് സങ്കടമുള്ള കാര്യമല്ല, ये हमारे लिए कोई दुख की बातें नहीं है. നമുക്ക് സന്തോഷത്തിന്റെ കാര്യമാണ്. आमीन. हमें आनंद की बातें है वो. നമ്മുടെ വീണ്ടെടുപ്പിന്റെ നാളെടുത്തു എന്ന് പറയുന്നത് നമുക്ക് സന്തോഷത്തിന്റെ സമയമാണ്. हमारा उद्धार का समय निकट है, ये हमारे लिए आनंद की बात है. ഈ കഷ്ടതയും പ്രയാസവും രോഗവും ഒക്കെയുള്ള ഈ ലോകജീവിതം വിട്ട് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നിത്യതയ്ക്ക് അവകാശിയായി തീരുക എന്ന് പറയുന്നത് അത് സന്തോഷമുള്ള കാര്യമാണ്. ये जो दुनिया में हमारे कष्ट है, क्लेश है, बीमारी है, इन सब से मुक्त होकर जो हमारा आनंद जीवन में जाना हमारे लिए आनंद की बात है. പൗലോസ് തിമോത്തിയോസിനോട് അന്തിമകാലത്തെ കുറിച്ച് പറയുമ്പോൾ पौलुस जब तिमोथियुस को अंतिम समय के बारे में कहता है, പൗലോസ് പറയുന്ന ചില ലക്ഷണങ്ങളുണ്ട്. कि पौलुस कहने वाले कुछ चीजें हैं. അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് उसमें से एक प्रमुख जो है, മനുഷ്യൻ സ്വസ്നേഹികളായി മാറും. സ്വസ്നേഹികൾ, സെൽഫിഷ്. कि जो इंसान है वो सेल्फिश बन जाएंगे. അവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. वो सिर्फ अपने बारे में सोचेंगे. മറ്റുള്ളവരെ കുറിച്ചുള്ള പരിഗണനകളില്ലാതെ वो दूसरों के बारे में ना सोचते हुए അവര് മാറുവാനിടയായി തീരും. उस प्रकार वो बदल അത് जाएंगे. ലോകത്തിന്റെ കാര്യമാണ് പറയുന്നത്. वो दुनिया के बारे में We are कहता living है. in a selfish world. हम जो दुनिया में जी रहे हैं वो एकदम सेल्फिश है. ആ സെൽഫിഷ്നെസ് ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. वो जो सेल्फिशनेस है हर दिन बढ़ते रहता है. ദൈവ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സ്പിരിച്വൽ വേൾഡിന്റെ സ്ഥിതി എന്താ? कि आत्मिक जीवन का अवस्था क्या है? സഭയുടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. हम कलीसिया के बारे में कह सकते हैं. സഭയുടെ സ്ഥിതി ഹല്ലേലൂയ, ഡിസെപ്ഷൻ ഏറ്റവും കൂടുതൽ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറുന്ന ഒരു കാലമായിരിക്കും അന്തിമകാലം. कि अंतिम समय में कलीसिया के अंदर बहुत सारे धोखे घुस के आते हैं. ശക്തമായ ഡിസെപ്ഷൻ ഇന്ന് സഭയ്ക്കകത്ത് നുഴഞ്ഞു कि കയറിയിരിക്കുക. बहुत सामर्थ से जो धोखा है कलीसिया के अंदर आता ആദ്യ है. നൂറ്റാണ്ട് മുതൽ തന്നെ സഭയ്ക്കകത്ത് ഡിസെപ്ഷൻ അല്ലെങ്കിൽ ഹല്ലേലൂയ തെറ്റായ ഉപദേശങ്ങളൊക്കെ പിശാച് കൊണ്ട് കയറ്റുന്ന അനുഭവം ഉണ്ടായിരുന്നു. पहली शताब्दी से अगर देखा जाए तो कलीसिया के अंदर जो धोखा है, जो शैतान जो है गलत उपदेश को घुसा रहा പക്ഷെ है. ഇന്നത് ഒത്തിരി വർദ്ധിച്ചിരിക്കുക. लेकिन आज जो है वो बहुत काफी बढ़ चुका है. ഇന്ന് ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ഓടിക്കൊണ്ടിരിക്കുക. आज बहुत सारे जो बोलते हैं ना डुप्लीकेट चीजें चल रहा है. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ്, ओरिजिनल को पार करने वाला डुप्लीकेट. കണ്ടാ മനസ്സിലാകത്തില്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത്. देखिए तो समझेगा नहीं कि डुप्लीकेट है. വചനം കേട്ടാൽ നമ്മളോർക്ക് ഇതുപോലും നല്ല വചനം. वचन सुने तो हमें इस प्रकार लगे बहुत ही अच्छा वचन. ഈ ഇന്ത്യയിലെ നോട്ടുകളെ കുറിച്ച് നമുക്കറിയാം. കള്ളനോട്ട് ഒത്തിരി പണ്ടുണ്ടായിരുന്നു അല്ലേ? कि हम जानते हैं कि इंडिया में जो है नकली नोट बहुत था पहले. ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ ഇവിടെ പറയുന്നത്. ഇന്ന് കൂടുതലുണ്ടെന്ന് പറയുന്നു. अभी ज्यादा है. ഹല്ലേലൂയ. ഈ നക്കലി നോട്ടിന്റെ ഒരു പ്രത്യേകത ഒറിജിനലിനെ തോപ്പിക്കും അതുപോലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ये जो डुप्लीकेट जो करेंसी नकली नोट है, अगर वो देखा जाए तो असली जो नोट है उसको भी हरा ഈ देंगे. പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഒക്കെ വളരെ വീക്ക് ആയതുകൊണ്ട് ആളുകൾ ഡ്യൂപ്ലിക്കേറ്റ് നോട്ട് അടിച്ചാൽ എളുപ്പം പിടിക്കും. പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇപ്പം ഈ കള്ളന്മാരുടെ കയ്യിൽ ഏറ്റവും വലിയ ടെക്നോളജി ഉള്ളത്. पहले के जमाने में क्या टेक्नोलॉजी उतना बड़ा नहीं था, तो जो नकली जो नोट है वो जल्दी पकड़ा. लेकिन आजकल क्या जो नकली नोट छापने वालों के पास बहुत बड़ा टेक्नोलॉजी है. പണ്ടത്തെ കാലത്ത് കള്ളനോട്ട് അടിക്കുന്നത് ആരായിരുന്നു?
पहले के जमाने में जो नकली नोट कौन छापते थे? ലോക്കലായിട്ടുള്ള ആരെങ്കിലും പൈസയ്ക്കുള്ള അത്യാഗ്രഹം കൊണ്ടാ കള്ളനോട്ട് അടിക്കുന്നത്. जो लोकल जो व्यक्ति है लालच में आके वो नकली नोट मारता ഇന്ന് था. അങ്ങനല്ല. आज वैसा नहीं है. ഇന്ന് ശത്രു രാജ്യങ്ങള് ഹല്ലേലൂയ നമ്മുടെ നോട്ട് അടിച്ച് ഇങ്ങോട്ട് കൊണ്ടുതരുക. आज क्या है कि जो शत्रु देश है वो हमारे नोट छाप के इधर लेके ഞാൻ आके പറയുന്നത് देते हैं. മനസ്സിലാക്കുന്നുണ്ടോ? आमेन. ഒരു हालेलुया. രാജ്യത്തെ തകർക്കാൻ വേണ്ടി आमेन. एक राज्य को नाश करने के लिए ശത്രു രാജ്യം शत्रु देश പൈസ ചെലവാക്കി पैसा खर्चा करके നോട്ടടിക്കുക. नोट मारता है. നമ്മൾ ചിന്തിക്കും ഹല്ലേലൂയ, हम सोचेंगे ഈ ശത്രു രാജ്യത്തിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഇത്രയും നോട്ടടിച്ച് നമുക്ക് കൊണ്ടുതരുന്നത്. कि हम इस प्रकार सोचेंगे जो दुश्मन देश हमसे बहुत प्रेम करके क्या नोट छाप के ला के आ रहे हैं. ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? मैं क्या कह रहा आप जानता है. ഇന്ത്യയിൽ നോട്ട് വരുന്നതിന്റെ വഴി, കള്ളനോട്ട് വരുന്നതിന്റെ വഴി എന്താന്നൊക്കെ ഇവിടെ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. हमें पता है कि भारत में जो जाली नोट कहाँ से आते हैं, कौन से रूट से आता है. അപ്പൊ നമ്മുടെ അയൽ രാജ്യങ്ങള് നമ്മുടെ നോട്ടിനെക്കാട്ടിലും സുന്ദരമായ നോട്ടടിച്ച് നമ്മുടെ ഇവിടെ കൊണ്ട് പ്രചരിപ്പിക്കുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ? तो क्या हमारा शत्रु देश जो है कि बहुत ही अच्छी तरह से हमारा जो जाली नोट छाप के इधर जो लिख के आत के बांटता है हमसे प्रेम में बोल के है अल्ला. क्या? नहीं. ഇവിടെ കള്ളനോട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ यहाँ जब बोलते हैं ना जाली नोट जब फैलेगा ഇവിടുത്തെ എക്കണോമി തകരും. यहाँ का जो अर्थशास्त्र है वो खराब होगा. പല പ്രശ്നങ്ങൾ ഇവിടുത്തെ സാമ്പത്തിക മണ്ഡലത്തിൽ ഉണ്ടാകും. बहुत सारे समस्या आएगा इकोनॉमिक में. ഈ കാലത്ത് കള്ളനോട്ട് കൂടുതൽ അടിക്കുന്നത് ശത്രു രാജ്യങ്ങളാണ്. आज के जमाने में जाली नोट सबसे ज्यादा छापता है शत्रु देश. ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടി. एक देश को नाश करने के लिए. ഇതുപോലെ തന്നെ इसी प्रकार ദൈവരാജ്യത്തെ തകർക്കാൻ कि परमेश्वर को राज को नाश करने സാത്താന്റെ के लिए രാജ്യം ഇഷ്ടം പോലെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കിക്കൊണ്ടിരിക്കുക. कि सातान का राज बहुत सारी डुप्लीकेट निकाल रहा है. നമ്മൾ ഈ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. हमें समझना है असली और नकली में फर्क. കണ്ടാ മനസ്സിലാകത്തില്ല കേട്ടോ. देख के समझ नहीं पाएंगे. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവരാജ്യത്തിന്റെ അകത്ത് സാത്താൻ ഇറക്കിക്കൊണ്ടിരിക്കുക. उसी प्रकार परमेश्वर के राज में सातान बहुत सारे जाली चीजें उतार रहा है. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, इसके लिए यीशु मसीह ने कहा അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാർ ഒത്തിരി വരും. कि अंतिम समय में झूठा भविष्यद्वक्ता बहुत आएंगे. ഈ കള്ളപ്രവാചകന്മാരെ എങ്ങനെ തിരിച്ചറിയേണ്ടത്? ये झूठा भविष्यद्वक्ता को कैसे परखेंगे? हर കള്ളപ്രവാചകന്മാരെ जन എങ്ങനെ ध्यान से തിരിച്ചറിയേണ്ടത്? सुनिए कैसे हम परखेंगे उन्हें. നമ്മൾ ഒരാളെ ഒരു ദൈവദാസനായിട്ട് അല്ലെങ്കിൽ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നത് എങ്ങനെയാണ്? हम एक व्यक्ति को परमेश्वर का दास या भविष्यद्वक्ता किस प्रकार मानते हैं? ആ വ്യക്തി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് സൗഖ്യമായി. वो व्यक्ति ने जब प्रार्थना की तो हमें चंगा हुआ. എന്തൊരു പവർഫുൾ ദൈവദാസനാണെന്നറിയാം. हम बोले कितने सामर्थशाली परमेश्वर का दास है. കൈവച്ചാൽ ഉടനെ വിടുതല. कि हाथ रखेगा तो छुटकारा ആ है. ദൈവദാസന്റെ മീറ്റിംഗിനകത്ത് ഭൂതമൊക്കെ ഇങ്ങനെ ഇളകി ചാടുന്നു. उस परमेश्वर के दास का सेवकाई में दुष्ट आत्मा बाहर आता है. പിന്നെ ഭൂതത്തെ കൊണ്ട് കുറെ സമയം പുള്ളി ഗെയിം കളിക്കും. वो फिर दुष्ट आत्मा से वो गेम खेलते എന്നിട്ട് हैं. അതിന്റെ വീഡിയോ എടുക്കും. उसके उसको वीडियो എന്നിട്ട് निकालेगा. ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കും. वो पब्लिसिटी देगा. ഭൂതം അങ്ങോട്ട് ഓടുന്നപ്പോ പുള്ളി വിളിക്കുന്നപ്പോ ഈ ഭൂതം ഇങ്ങോട്ട് വരുന്നു. जो दुष्ट आत्मा उधर भागे तो बुलाएगा तो दुष्ट आत्मा इधर ഈ आएगा. പാസ്റ്റർ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭൂതം പേടിക്കുന്നു. ഇതെല്ലാം വീഡിയോ എടുത്ത് കാണിക്കുക. कि और जो पासवान को देख के दुष्ट आत्मा डरता है और ये सब वीडियो बना के दिखाता है. നമ്മുടെ പണ്ട് ഈ കുരങ്ങ് കളി ഉണ്ടായിരുന്നു, ഒരു ചെറിയ കുരങ്ങ് കളി. എന്നിട്ട് ഇതെല്ലാം വീഡിയോ എടുത്ത് പബ്ലിസിറ്റി കൊടുക്കുക. जैसे वो बंदर को नचाते वैसे वो एक खेल खेल के वो वीडियो बनाता है. ഹല്ലേലൂയ. നമ്മളിത് കണ്ടിട്ട് പറയും, അയ്യോ ദൈവദാസൻ എന്ത് പവർഫുൾ ആണെന്നറിയാമോ? ये देख के हम बोल के वो परमेश्वर दास कितना सामर्थशाली है. ഇത് നമുക്കറിയത്തില്ലായിരിക്കാം. ചിലപ്പോൾ ഇത് സാത്താന്റെ വലിയൊരു ഡ്രാമ ആയിരിക്കാം. हमें पता नहीं कभी कभी ये क्या सातान का बहुत बड़ा एक धोखा हो सकता है. സാത്താൻ എന്തിനാ ഡ്രാമ കളിക്കുന്നത്? वो क्यों नाटक करता है? സാത്താന് ഈ മനുഷ്യന്റെ മുമ്പിൽ ഡ്രാമ കളിക്കുമ്പോൾ ഇയാളുടെ പുറകെ ഒരു വലിയ ഫോളോയിങ് ഉണ്ടാകും. सातान जब इस व्यक्ति के द्वारा जब नौटंकी करेगा तो उसके पीछे बहुत सारे लोग उसके पीछे जुट जाएगा. സാത്താൻ ആ ചർച്ചിൽ ആള് പോയോണ്ട് ഒരു സങ്കടവും ഇല്ല. कि उस कलीसिया में लोग बढ़ेंगे तो सातान को कोई ആ വ്യക്തി ലക്ഷക്കണക്കിന് ആളുകളെ വെച്ച് പ്രസംഗിച്ചുകൊണ്ട് സാത്താൻ ഒരു സങ്കടവും ഇല്ല. उस व्यक्ति के पीछे लाखों लोग आएगा तो भी सातान को कोई दिक्कत नहीं. സാത്താൻ അറിയാൻ ഞാൻ ഇയാളെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നിർത്തിയേക്കും. എന്റെ ആളാ അത്. सातान को पता है कि ये सातान का ഈ डुप्लीकेट है. നിൽക്കുന്നത് എന്റെ ആളാ. ये जो खड़ा है मेरा व्यक्ति है. മനസ്സിലായി ഞാൻ പറഞ്ഞത്? क्या समझ रहे आप? ഇവരെ എല്ലാം നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ये इन सबको क्या है नरक की ओर ले जा रहा है. സൗഖ്യം കൊടുക്കുന്നുണ്ട്, चंगाई दे रहा है, വിടുതൽ കൊടുക്കുന്നുണ്ട്, छुटकारा दे रहा है. സാത്താൻ പറഞ്ഞ് ഇഷ്ടം പോലെ കൊടുത്തു. सातान बोल रहे बहुत सारे ले जा, ഇഷ്ടം പോലെ കൊടുത്തു. बहुत सारे ले जा. അന്ത്യനൂറ്റാണ്ടിന്റെ ഒരു പ്രശ്നം,
अंतिम समय का एक समस्या തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയാണ് तिमुथियुस को जब चिट्ठी लिखा तो पौलुस ने कहा about the spiritual world or about the churches. कि आत्मिक दुनिया के बारे में या कलीसिया के बारे में എന്താ പ്രശ്നം? क्या है समस्या? ഭക്തിയുടെ വേഷമുണ്ട്, പക്ഷെ അതിന്റെ ശക്തിയില്ല. आमेन हालेलुया। भक्ति का जो है रूप है लेकिन शक्ति सामर्थ्य नहीं है। ഭക്തിയുടെ വേഷമുണ്ട്, ശക്തിയില്ല. भक्ति का वेश है लेकिन सामर्थ्य नहीं है। നിങ്ങൾ പറയും അങ്ങനെയല്ല പാസ്റ്റർ, ഇവർക്കൊക്കെ ഭയങ്കര പവർ അല്ലേ എന്ന് പറയും. कि आप बोलोगे ऐसा नहीं അപ്പോൾ ഒരു ചെറിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. तो एक छोटा सवाल का उत्तर हमें लेना है ഭക്തിയുടെ വേഷവും ഭക്തിയുടെ ശക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? कि भक्ति का वेश और भक्ति का शक्ति दोनों में फर्क क्या है? എന്താണ് ഭക്തിയുടെ ശക്തി? क्या है भक्ति का जो सामर्थ्य है? ആർക്കെങ്കിലും ഒന്ന് ഉത്തരം പറയാമോ? ഭക്തിയുടെ ശക്തി എന്താ? भक्ति का सामर्थ्य क्या है? कोई उत्तर दे सकते हैं? ശക്തി എന്താ? भक्ति का जो शक्ति क्या है? ആളുകൾ സൗഖ്യമാകുന്നത് ഭക്തിയുടെ ശക്തിയല്ല. जो लोग चंगा होता है वो भक्ति का शक्ति नहीं है। കൈവെക്കുമ്പോൾ ആളുകൾ അന്യഭാഷ പഠിക്കുന്നത്, ചാടുന്നത്, തുള്ളുന്നത് ഭക്തിയുടെ ശക്തിയല്ല. कि जो हाथ रखेगा तो लोग उछलेंगे कूदेंगे, वो भक्ति का शक्ति नहीं है। യെശയ്യാ 63 അധ്യായത്തിന്റെ ആരംഭ ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. एशिया 63 के आरंभ में इस प्रकार एक आयत है It's about Jesus. यीशु के बारे में 63ന്റെ ഒന്നാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ് പോർഷനിൽ പറയുന്നത് कि 63 के अंतिम में लास्ट में कहता है യേശുവിന്റെ പ്രത്യേകത, यीशु की जो खासियत है he is having the power to save. उसको Hallelujah. जो है उद्धार देने का शक्ति है। അവന് എന്തിന്റെ ശക്തി ഉണ്ടെന്ന്? उसको किसकी सामर्थ्य है? അവന് നിന്നെ രക്ഷിപ്പാനുള്ള ശക്തിയുണ്ട്. वो तुझे उद्धार देने का शक्ति है। ഭക്തിയുടെ ശക്തി, भक्ति का जो शक्ति the है power to save. वो है कि उद्धार देने का जो शक्ति। ഹലോ, എല്ലാവരും കേൾക്കുന്നുണ്ടോ? क्या सब लोग सुन रहे हैं? രക്ഷിപ്പാൻ, വിടുവിപ്പാനുള്ള ശക്തിയാണ് ഭക്തിയുടെ ശക്തി. उद्धार करने के लिए, छुटकारा देने का जो शक्ति है वो है എവിടെ നിന്ന് भक्ति का शक्ति। രക്ഷിപ്പാൻ? कहां से उद्धार देने के लिए? നരകത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ. आमीन हाले नरक में से खींच के लेने के ഓ, लिए, പിശാചിന്റെ കയ്യിൽ നിന്ന് വലിച്ചെടുക്കാൻ, शैतान के हाथ से खींच के लेने के ശാപത്തിൽ लिए, നിന്ന് വലിച്ചെടുക്കാൻ, श्राप से खींच के लेने के പാപത്തിൽ लिए, നിന്ന് വലിച്ചെടുക്കാൻ, पाप में से खींच के निकालने के लिए, നിത്യതയ്ക്ക് വേണ്ടി ഇവനെ ഒരുക്കാനുള്ള ശക്തിയാണ് ഭക്തിയുടെ ശക്തി. अनंत जीवन के लिए उसको तैयार करना है, वो है भक्ति का शक्ति। ഭക്തിയുടെ വേഷം എന്താ? भक्ति का वेश क्या है? നമ്മൾ ഈ പുറമേ കാണുന്ന മാനിഫെസ്റ്റേഷൻ എല്ലാം ഭക്തിയുടെ വേഷമാ. हम जो बाहर से देखते जो रूप है वो सब जो है भक्ति का वेश है। അന്യഭാഷയുണ്ട്, अन्य भाषा है, പ്രവചനമുണ്ട്, भविष्यवाणी है, എല്ലാം ഉണ്ട് കേട്ടോ. പവർ മാനിഫെസ്റ്റേഷൻ എല്ലാം ഉണ്ട്. कि सामर्थ प्रकटन सब है। എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്? പവർ മാനിഫെസ്റ്റേഷൻ എല്ലാം ഉണ്ട്. कि सामर्थ प्रकट सब में കണ്ടാ है। ഭയങ്കര ഭക്തിയുടെ വേഷമാ. अगर देखिए तो बहुत भक्ति का वेश നമ്മൾ है। ചിന്തിക്കും, "അയ്യോ, എന്തൊരു പാസ്റ്ററാന്ന് ചിന്തിക്കും, हम सोचे कैसा पासवान है ये, എന്തൊരു പവറാന്ന് ചിന്തിക്കും." कितने सामर्थ है, പക്ഷെ റിയൽ പവർ അവിടെ മിസ്സിംഗ് ആ. लेकिन हकीकत का जो शक्ति वहां People are नहीं है। not delivered from hell. कि लोग जो है നരകത്തിൽ നിന്ന് नरक से जो വിടുവിക്കപ്പെടുന്നില്ല. है छुटकारा नहीं पा ആളുകൾ रहे, വരുന്നു, लोग आ रहे हैं, അവരോട് ഈ പാസ്റ്റർ പറയുന്നു, उनसे पासवान कहता है നിങ്ങൾ കർത്താവിന്റെ ഇറങ്ങി വാ, നിങ്ങൾ കർത്താവിന്റെ അടുക്ക വാ, आप परमेश्वर के you पास are आओ, going to become rich. आप अमीर बनोगे। എത്ര പേര് വരും അല്ലേ? कितने लोग आएंगे? ഇന്നലെ ഒരാൾ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, कल एक व्यक्ति फोन करके പാസ്റ്റർ पासवान से എനിക്കൊരു कहा, റിക്വസ്റ്റ് ഉണ്ട്. പാസ്റ്റർ എനിക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ട്. पासवान मुझे एक प्रार्थना रिक्वेस्ट ഞാൻ है ഈ എല്ലാ പ്രയർ റിക്വസ്റ്റും പറയത്തില്ല, പക്ഷെ ചിലത് പറഞ്ഞേ പറ്റത്തുള്ളൂ, ക്ഷമിക്കണം കേട്ടോ. कि पासवान हर एक प्रेयर रिक्वेस्ट कहता नहीं, लेकिन कुछ कुछ कहना ही പ്രയർ पड़ता है। റിക്വസ്റ്റ് തരുന്നവരാരും പേടിക്കട്ടെ, പാസ്റ്റർ ഇതെല്ലാം സ്റ്റേജിൽ വിളിച്ചു പറയുന്നത്. तो प्रेयर रिक्वेस्ट देने वाले डरो मत, कि बाद में ന്യായമായ ഒരു പ്രയർ सब റിക്വസ്റ്റ് स्टेज में ചില बोलेंगे। പ്രയർ റിക്വസ്റ്റ് മഹാമണ്ടത്തരമാ, അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. कुछ जो प्रार्थना विनती है बहुत ही बेवकूफी ഒരാൾ बोलना എന്നെ पड़ेगा। വിളിച്ചിട്ട് പറയാ, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, पासवान आप मेरे लिए प्रार्थना मैं करना, दुनिया का सबसे richest person बनना चाहता हूं. ഞാൻ ലോകത്തിലെ ഏറ്റവും കോടീശ്വരനാവാൻ ആഗ്രഹിക്കുന്നു। ഏതും പോരാത്ത ഫിന്നി പാസ്റ്ററോടാ പ്രയർ റിക്വസ്റ്റ് പറയുന്നത്. और वो फिन्नी पास्टर से वो ऐसा प्रेयर रिक्वेस्ट कहता है। ഈ ഹല്ലേലൂയ, എന്നെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകം പഠിച്ചത് കൊണ്ടുള്ള ഒരു പ്രശ്നം കേട്ടോ, വേദപുസ്തകം ഒരിക്കലും ഒരു വ്യക്തിയെ ധനികനാക്കാനല്ല പറയുന്നത്, വേദപുസ്തകം നിത്യതയ്ക്ക് ഒരുക്കാനാ പറയുന്നത്. कि वचन पढ़ेगा तो कोई भी व्यक्ति को वचन में से धनी बनने को नहीं कहते, उसको कहते हैं आनंद जीवन के लिए तैयार കാരണം हो। ഇവിടെയുള്ള ധനം മുഴുവൻ ഇവിടെ തീരും. क्योंकि यहाँ का जो भी धन है पूरा यहाँ ही समाप्त होगा। ഒരു നാൾ ഈ നശ്വരമായ ലോകം വിട്ട് നമ്മൾ പോകും. एक दिन ये नाश वाला जो जीवन छोड़ के हम ഇവിടെ जाएंगे, ഉള്ളതൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. यहाँ जो भी हम लेके नहीं जाएंगे। എന്തെങ്കിലും കൊണ്ടുപോകും? क्या कुछ भी ले जाएंगे? എത്ര പണക്കാരനാണെങ്കിലും कितना भी धनी हो, നിമിഷങ്ങൾ മതി പണം കയ്യിൽ നിന്ന് പോകാൻ. मैं हालांकि एक क्षण में पूरा धन निकल അതുകൊണ്ട് जाता है। ക്ലിയർലി വേദപുസ്തകം इसके लिए പറഞ്ഞു. साफ साफ वचन कहता है। തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞത്, तिमुथियुस के लेख में पौलुस कहता 1 है, തിമോത്തിയോസ് 6:17 പറഞ്ഞത്, 1 तिमुथियुस 6 के
17 में ഒന്ന് कहता है, വായിച്ചട്ട വാക്യം. इस संसार के धनवानों को आज्ञा देखो പൗലോസ് തീമോത്തിയോസിനോട് പറയുക, पौलुस जो है तीमुथियुस से कहता है, ഈ ലോകത്തിലെ ധനവാന്മാരോട്, इस दुनिया का जो धनवान है, എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? उसका अर्थ क्या है? ലോകത്തിലുള്ള അംബാനിയോടും അദാനിയോടും ഒക്കെ നമ്മൾ ഇത് പറയണമെന്നാണോ? कि उसका अर्थ है क्या अंबानी और अदानी से हमें कहना है? അതല്ല. वो नहीं, സഭയ്ക്കകത്ത് ലോകപ്രകാരം ധനവാന്മാരായവരുണ്ട് അല്ലേ? कि कलीसिया के अंदर दुनिया के हिसाब से जो धनवान है സഭയ്ക്കകത്ത് वो ഒത്തിരി है, റിച്ച് ആയിട്ടുള്ള ആളുകൾ ആ കാലത്തിലുമുണ്ട്. कि कलीसिया में उस समय भी बहुत ही धनवान लोग थे. ഈ ലോകപ്രകാരം ധനവാന്മാരായ ആളുകളോട് പറയണം, ये दुनिया के पैटर्न से जो धनवान है എന്ത് उनसे പറയണം? कहना है, क्या कहना है? നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, जो बिना कोई स्टेबिलिटी के जो धन पे नहीं, നിശ്ചയമില്ലാത്ത ധനം. जो രണ്ടർത്ഥം unstable. എടുക്കാം കേട്ടോ. उसका दो अर्थ है. ഒന്ന്, അത് ഉറപ്പല്ല, वो पक्का नहीं है, അത് ആശ്രയിക്കാൻ പറ്റുന്നതല്ല. उस पे हम निर्बल नहीं हो ഇന്നുണ്ട്, सकते. നാളെ ഇല്ല. आज है कल नहीं है. രണ്ടാമത്, ചിലർക്ക് ധനം എത്രയുണ്ടെന്ന് അറിയത്തില്ല. दूसरा है कि कुछ लोगों को धन कितना है पता नहीं. ഇപ്പൊ നമ്മളോട് ചോദിക്കാം, അച്ഛാ ബാങ്കിൽ ഡെപ്പോസിറ്റ് എത്ര ഉണ്ട്? अगर हमसे पूछते भाई डिपॉजिट നമുക്ക് कितना പിന്നെ है, 3-4 അക്കൗണ്ട് ഉള്ള കൂടെ എല്ലാം കൂടെ കൂട്ടേണ്ടി വരും. ഇന്ന ബാങ്കിൽ ഇത്ര ഉണ്ട്, ഇന്ന ബാങ്കിൽ ഇത്ര ഉണ്ട്, FD അവിടെ കിടപ്പുണ്ട്, ഇല്ലയോ? ശരിയല്ലയോ? ഹല്ലേലൂയ. എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് നിശ്ചയമില്ല എവിടെയൊക്കെ എന്തൊക്കെ കിടപ്പുണ്ടെന്നുള്ളത്. तो हो सकते 2-3 अकाउंट हमारे पास, तो हम सोचेंगे इधर उधर, हमें पूरा गणित मार के जोड़ के हम बोल सकते हैं നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, कि जो अनस्टेबल जो धन में नहीं, ഹല്ലേലൂയ. പിന്നെ എവിടെ ആശ്രയിക്കണം? कहाँ हमें निर्भर रहना है? ദൈവത്തിൽ आमेन, ആശ്രയിക്കണം. आमेन, आमेन. हमें परमेश्वर पे आश्रय रखना है. ധനത്തിൽ ആശ്രയിക്കരുത്. धन में आश्रय नहीं ധനം रखना है. ചതിക്കും, धन जो है धोखा देता है. ദൈവം ചതിക്കത്തില്ല. आमेन, हाले परमेश्वर धोखा नहीं അടുത്തിരിക്കുന്ന देता. ആൾ കൈ കൊടുത്തിട്ട് പറ, आमेन. ധനം ചതിക്കും, പക്ഷെ ദൈവം ചതിക്കത്തില്ല. धन जो है धोखा देगा, लेकिन परमेश्वर कभी धोखा नहीं അവൻ देगा. യഹോവ ഇരേ, ദാതാവാകുന്ന ദൈവമാണ്. वो यहोवा इरे, वो देने वाला दाता है. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും भले हमारे हाथ में कुछ भी ना हो. ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയതുപോലെ പോറ്റാൻ വിശ്വസ്തനായ ദൈവം നമ്മുടെ ദൈവം. एलिया को कौवे से जो खिलाया वो विश्वास योग्य परमेश्वर है അതുകൊണ്ട് हमारा. പണ്ടത്തെ ഭക്തന്മാർ അങ്ങനൊക്കെ പാടിയത്. इसके लिए पहले के भक्तों ने इस प्रकार का आया, ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം. कि भक्तों का जो विश्वास जीवन है उससे बढ़कर जो स्टेबल जीवन दूसरा कौन सा है? അങ്ങനെ പാടാനുള്ള കാരണം എന്താ? ऐसे कहने के कारण क्या है? സ്വർഗ്ഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടിങ്ങു യാത്ര ചെയ്യുന്ന അല്ലേ? जो स्वर्गीय पिता का जो भंडार को अपना खुद का समझ के देख के यात्रा हम करते നമ്മൾ हैं. കാണുന്നത് നമ്മുടെ ഭണ്ഡാരത്തെ അല്ല, आमेन, आमेन. हम जो देखते हैं हमारे भंडारों को नहीं, നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല നമ്മൾ കാണുന്നത്. हमारा बैंक बैलेंस नहीं. ഹല്ലേലൂയ. എന്റെ സ്വർഗ്ഗത്തിലെ അപ്പന്റെ ദിവ്യ ഭണ്ഡാരം എന്റെ സ്വന്തമാണ്. आमेन, हालेलुया. स्वर्ग का परमेश्वर का जो दिव्य भंडार जो ഇവിടെ है എനിക്ക് खुद का, ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇല്ലെങ്കിലും यहाँ भले मेरे को बैंक में डिपॉजिट नहीं है, എന്റെ സ്വർഗ്ഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ मेरे स्वर्गीय पिता का जो दिव्य भंडार है സ്വന്തമായി കണ്ടിങ്ങു യാത്ര वो ചെയ്യുന്ന अपना समझ के मैं यात्रा करता हूँ. ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം. भक्तों का जो विश्वास ഭക്തരിൽ जीवन है, വിശ്വാസ ജീവിതം ഭദ്രമാം ജീവിതം. ശരിയാണോ പ്രിയമുള്ളവരെ? सही है कि नहीं? ഭക്തന്റെ വിശ്വാസ ജീവിതം ഭദ്രമാണെന്ന് कि भक्त का जो विश्वास जीवन है वो एकदम सुरक्षित है. നിങ്ങൾ ധൈര്യമായിട്ട് आमेन, വിശ്വസിക്കണം. हालेलुया. आप धैर्य से विश्वास करो. നാളെ എന്ത് തിന്നും കുടിക്കുമെന്ന് വിചാരപ്പെടേണ്ടെന്ന ഈ വേദോസ്തം പറയുന്നു. आमीन. ये वचन इस प्रकार कहते कल क्या खाएगा पीएगा बोल के आपको व्याकुल नहीं होना है. എന്തുകൊണ്ടെന്നാൽ क्योंकि നിങ്ങളുടെ സ്വർഗീയ പിതാവിന് നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയാം. क्योंकि आपका स्वर्गीय पिता को आपका जरूरत है पता है. आमीन. മക്കൾക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാൻ പറ്റിയില്ലെങ്കിലും हो सकते आपके बच्चों के आपने कुछ भी संभाल के नहीं ഹല്ലേലൂയ, रखा हो. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ अगर यीशु आपके साथ है, മക്കൾക്ക് യേശുവിനെ കൊടുത്താൽ മതി കേട്ടോ. बच्चों को अब यीशु को दे दो. മക്കൾക്ക് യേശുവിനെ കൊടുത്താൽ മതി. अब बच्चों को यीशु को അവരെ दे दो. യേശു നടത്തിക്കോളും. आमीन, आमीन, हालेलुया. उन्हें यीशु चलाएगा. മക്കൾക്ക് യേശു ഇല്ലെങ്കിൽ പിന്നെ ഒത്തിരി നമ്മൾ നിക്ഷേപം കൊടുക്കണം. കാരണം യേശു ഇല്ലല്ലോ, പിന്നെ അവർക്ക് ജീവിക്കണ്ടേ. अगर बच्चों को अगर यीशु नहीं तो हमें उसे बहुत सारे धन देना നിങ്ങളുടെ पड़ेगा, കുഞ്ഞിന്റെ क्योंकि यीशु ഭാവിക്ക് के വേണ്ടി साथ നിങ്ങൾ नहीं है. ചിന്തിക്കണ്ടെന്ന് आपके बच्चों के भविष्य के बारे में नहीं सोचना है. ചിലർക്ക് പരിശുദ്ധാത്മ പറയുക. कुछ लोगों को देख के पवित्र आत्मा कहता है, പറഞ്ഞു, കർത്താവേ എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടെ ചിലത് കരുതി വെക്കണമെന്ന് പറയുന്നു. कुछ लोग कहते हैं परमेश्वर मुझे मेरे बच्चों के लिए कुछ संभाल के रखना है. പരിശുദ്ധാത്മ നിങ്ങളോട് പറയുന്നു, पवित्र आत्मा आपसे कहता കർത്താവ് है അവർക്ക് വേണ്ടി കരുതിക്കൊള്ളു. परमेश्वर उनके लिए संभालेगा. അവർക്ക് കർത്താവിനെ കൊടുത്താൽ മതി. उनको परमेश्वर को दे दो. ഹലോ, അവരുടെ മോനെ മക്കളെ, അപ്പന്റെ അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കർത്താവ്. ആ കർത്താവിനെ
കർത്താവിനെ അങ്ങ് തരാം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ കൂടെ ജീവിച്ചോ, you will never be ashamed in your life. कि उनको कहना कि बच्चों को बोला कि माता पिता का जो आशीष है, जो भलाई है, वो परमेश्वर है, तू उनके साथ जी ले, उन पे विश्वास कर, वो कभी तुम्हें नाकाम नहीं करेगा. പണ്ടൊക്കെ എനിക്ക് ഇങ്ങനെ ആകുല ചിന്ത ഉണ്ടാകുമായിരുന്നു. പണ്ടൊക്കെ पहले इस प्रकार पासवान को सोच आता था ഒന്നും കരുതാൻ പറ്റുന്നില്ലല്ലോ. कि बच्चों के लिए कुछ संभाल नहीं पा रहा है. കർത്താവിനോട് ചേട്ടാ നിന്റെ അപ്പൻ എന്ത് കരുതി വെച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ നിന്നെ ഞാൻ ഇന്ന് വരെ നടത്തിയത്. परमेश्वर ने पूछा कि तेरे पिता ने तेरे लिए कितना संभाल कर रखा कि मैं तो यहाँ तक ले आया. സത്യം പറയാമല്ലോ പ്രിയമുള്ളവരെ, मैं हकीकत कहता हूँ നാട്ടിൽ ഒരു അല്പം വസ്തു ഉള്ളത് कि गांव में जो थोड़ा सा ഞാൻ जमीन जो പണ്ടൊക്കെ है, ചിന്തിക്കരുത് ആ വസ്തുവിന്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. സത്യമായിട്ട് कि पास में पहले सोचते थे कि उस जमीन का जो कीमत है बढ़ते जा रहा है. ഉണ്ടായിരുന്നു കേട്ടോ. 10 times 20 times ഒക്കെ വസ്തുവിന്റെ വില അങ്ങ് കൂടി. 10 गुना 20 गुना जो जमीन का भाव बढ़ गया. ഞാനിങ്ങനെ സന്തോഷിച്ചു, ഈ അപ്പന്റെ വസ്തു അല്പം കിടപ്പുണ്ട്, അതിങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുക. बोला कि पिता का थोड़ा बहुत जमीन पड़ा, उसका कीमत बढ़ते जा रहा है. 1 കോടി രൂപയിലേക്ക് കൂടുതൽ വിലയായി പോയി വസ്തുവിന് അന്ന്. उस समय में 1 करोड़ से बढ़ गया कीमत. ഞാൻ മനസ്സിൽ പറഞ്ഞു ഞാനൊരു കോടിപതിയാ കേട്ടോ. कि मन में कहा कि मैं करोड़पति हूँ. ഹല്ലേലൂയ. हालेलुया. പക്ഷേ സത്യത്തിൽ ഇപ്പൊ എന്തോന്നറിയോ? पर हकीकत अभी क्या पता है? ഒരു ദിവസം രാത്രി മോദി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു നോട്ട് ബന്ദി, ആദ്യത്തെ झटക വസ്തുവിന്റെ വില 1/3 ആയിട്ട് അങ്ങ് കുറഞ്ഞു. एक दिन रात को मोदी ने उठ के बोला नोटबंदी, और क्या हुआ कि जो जमीन का कीमत है वो 1/3 निकल गया. പിന്നെ 2-3 കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം फिर 2-3 चीजें इस प्रकार आया. പിന്നെ കേരളത്തിലുള്ള പിള്ളേരെല്ലാം ഇപ്പൊ കാനഡയും പിന്നെ ഇംഗ്ലണ്ടും ഒക്കെ പോകുന്നതുകൊണ്ട് കേരളത്തിലെല്ലാം വസ്തു വിൽക്കാൻ കിടക്കുക. तो उसके बाद क्या बहुत सारे केरला से बच्चे लोग कनाडा इंग्लैंड सब जा रहे हैं, बोल के केरला में सब लोग എത്രയോ जमीन അപ്പച്ചന്മാരും बेच रहे हैं. അമ്മച്ചിമാരും എനിക്ക് പ്രേരണ കുറിച്ച് കൊടുത്തത് പാസ്റ്ററെ ഹല്ലേലൂയ എന്റെ വീടും വസ്തു കൂടെ വിൽക്കാനാ കേട്ടോ, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. बहुत सारे लोग इस प्रकार प्रेयर रिक्वेस्ट बोलते हैं कि हमारा जमीन और घर बेचना है, प्रार्थना അപ്പച്ചനോട് करना. പറയാം അപ്പച്ച എന്റെ വസ്തു വിൽക്കാനാ കേട്ടോ, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. तो पासवान बोलते हैं मेरी भी जमीन बेचना है, प्रार्थना करना है. മലയാളത്തിൽ പറയത്തില്ല, ഒരാള് ചെന്ന് മദ്ദളത്തോട് സങ്കടം പറഞ്ഞെന്ന്. ഒരാള് ചെന്ന് മദ്ദളത്തോട് ഹലോ കഥ അറിയാമോ? ഒരാളെന്ന് പറഞ്ഞ എന്താ? ഒക്കലി. ओकेली. ഇടിക്കത്തില്ലേ? वो जो ओकेली जो है, ओकली जाके ढोलक, अपना भाषा में ढोलक से क्या किया, संकट बताया. ओकली क्या कहा मालूम है? हमेशा मुझे मार मिलते बोला. ढोलक बोले देखो दोनों बाजू से मुझे मार मिल रहे. हालेलुया हालेलुया. ഒരാൾ ചെന്ന് മദ്ദളത്തോട് സങ്കടം പറഞ്ഞല്ലോ നമ്മുടെ കാര്യം. ओकेली जाके ढोलक से जो संकट बताया वो उस प्रकार हमारा. എനിക്കൊരു കാര്യം മനസ്സിലായി. मुझे एक बात समझ में आया. നമ്മൾ ഈ വസ്തുവിലൊന്നും ആശ്രയിച്ചിട്ട് കാര്യമില്ല. आमेन. हमें जमीन पे सब आश्रय रखे फायदा नहीं है. ഹല്ലേലൂയ. हालेलुया. അന്ന് പണ്ട് ആ വസ്തു വിൽക്കാൻ ഒക്കെ ആളുകൾ എന്റെ പുറകെ നടന്നു. उस समय क्या है कि लोग खरीदने के पीछे पड़ा था. 70 ലക്ഷം രൂപ ഇപ്പൊ തരാന്ന് പറഞ്ഞു. किसी ने बोला पास 70 लाख അപ്പൊ रुपए എന്നോട് देता हूं. ഞങ്ങളുടെ നാട്ടിലെ വിരുദ്ധന്മാർ ആരായിട്ട് പറഞ്ഞു, മോനെ ഇപ്പൊ വിൽക്കരുത് കേട്ടോ, വസ്തുവിന് വില കൂടിക്കൊണ്ടിരിക്കുക. तो गांव से कुछ बोलते ना कि बुद्धिशाली ने बोला कि बेटा अभी मत बेचना, अभी क्या भाव बढ़ते जा रहा है. 70 ലക്ഷത്തിന് വിട്ടായിരുന്നെങ്കിൽ, अगर उस समय अगर 70 में बेचता था, മീരാ റോഡിൽ ഇന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഒരു 10 ലക്ഷത്തിന് ഒരു ഫ്ലാറ്റ് കിട്ടും. उस जमाने में क्या है कि 10 लाख रुपए में എനിക്ക് 7 ഫ്ലാറ്റ് മേടിക്കായിരുന്നു. पास 7 फ्लैट ले ഇന്ന് सकता था. മെട്രോ ഒക്കെ വന്നപ്പോ മീരാ റോഡിൽ ഒരു ഫ്ലാറ്റിന് 1 കോടി, ഞാൻ 7 കോടിയുടെ മുതലാളിയാകുമായിരുന്നു. हालेलुया. ഇതൊക്കെ കാൽക്കുലേഷനാ കേട്ടോ. ये सब अपनी गणित है. ഇതൊന്നും നടന്നില്ല. ये कुछ नहीं हुआ. കാരണം നിശ്ചയമില്ലാത്ത ധനത്തിൽ ആശ്രയിക്കാൻ പറ്റത്തില്ല. कारण क्या है कि जो बिना निश्चय का धन में हम नहीं रह सकते. പണമുണ്ട് ഉണ്ട് ബ്ലോക്കായി കിടക്കുക അല്ലേ? धन है लेकिन वो ब्लॉक होके पड़ा. അത് ആരെങ്കിലും വാങ്ങിച്ചാലല്ലേ അത് പണം കൈ വരത്തുള്ളൂ. कोई खरीदेगा तो ही तो धन हाथ में आएगा. ദൈവമക്കളെ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. परमेश्वर बच्चों आपको एक सच्चाई कहता ലോകത്തിന്റെ हूं. ധനം ചതിക്കും. दुनिया का जो धन है वो धोखा പക്ഷെ देगा. ചതിക്കാത്ത ഒരുവനേ ഉള്ളൂ. लेकिन जो बिना धोखे देने वाला एक ही है. ഹല്ലേലൂയ. ആശ്രയിക്കാൻ പറ്റുന്ന ഒരുവനേ ഉള്ളൂ. एक ही है जिस पे हम निर्भर हो അവൻ നിന്നെ सकता है. ഒരിക്കലും കൈവിടത്തില്ല. वो तुम्हें कभी हाथ नहीं छोड़ेगा. അതുകൊണ്ട് ഹല്ലേലൂയ ആ സ്വത്ത് ഇന്നും അതുപോലെ അത് കിടക്കുന്നു. इसके लिए आज भी वो जमीन वैसे ही पड़ा है. കഴിഞ്ഞ 20 വർഷം കർത്താവ് ഹല്ലേലൂയ ഞങ്ങളെ ക്ഷേമമായി നടത്തി. लेकिन पिछले 20 साल परमेश्वर ने अच्छी तरह चलाया. कैसे चलाया? എന്റെ അപ്പന്റെ കുടുംബവീതത്തിൽ നിന്നല്ല നടത്തിയത്. मेरे पिता का जो दिया धन में से नहीं चलाया. സ്വർഗ്ഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടിങ്ങു യാത്ര ചെയ്യുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗ്ഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തിൽ സ്വർഗ്ഗപിതാവിന്റെ ദിവ്യ
आपने सुना ഭക്തന്റെ വിശ്വാസ ജീവിതം ഭദ്രമാണെന്ന്. कि भक्त का जो विश्वास जीवन है वो सबसे सुरक्षित है। എന്തുകൊണ്ട് ഭദ്രമാണ്? क्यों सुरक्षित है? പോക്കറ്റിൽ പണമുള്ളത് കൊണ്ടല്ല. पॉकेट में धन है बोल के नहीं। ഹല്ലേലൂയ, ഹല്ലേലൂയ, हालेलुया। പോക്കറ്റിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ടല്ല. बैंक में डिपॉजिट है बोल के नहीं। എന്റെ സ്വർഗത്തിലെ അപ്പന്റെ ദിവ്യ ഭണ്ഡാരത്തിൽ എനിക്ക് വേണ്ടി ചില നിക്ഷേപങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. आमेन, हालेलुया। मेरा पिता का स्वर्गीय भंडार में मेरे लिए उसने कुछ संभाल के रखा है। ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത് അറിയോ? परमेश्वर वचन क्या कहता അവൻ है? നിനക്ക് ഇരുട്ടിലിരിക്കുന്ന ഗുപ്ത നിധികളെ തരുമെന്നാ പറയുന്നത്. वो जो अंधकार में बैठा गुप्त निधियों को तुझे അത് देगा। എവിടെ ഇരുട്ടി ഗുപ്ത നിധി ഇരിക്കുന്നത്? वो कहाँ पर है वो ഇന്ന് വരെ നിന്റെ കണ്ണിന് വെളിപ്പെടാത്തത്, आज तक जो तेरे आंखों में കണ്ണ് കണ്ടിട്ടില്ലാത്തത്, जो आंखों ने नहीं देखा, ചെവി जो കേട്ടിട്ടില്ലാത്തത്, कानों ने सुना नहीं, നിനക്ക് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗം കരുതാൻ വിശ്വസ്തനാണ്. वो तेरे लिए तेरे पीढ़ियों के लिए स्वर्ग संभालने के लिए विश्वास योग्य है। അവർക്ക് പണം കൊടുത്തില്ലെങ്കിലും भले धन ना दे बच्चों को, അവർക്ക് യേശുവിനെ കൊടുക്കുക. उनको यीशु को दो। അവരോട് പറയാം, മക്കളെ അപ്പൻ യേശുവിന്റെ കരം പിടിച്ച് ജീവിച്ചത് കൊണ്ടാണ് ഇന്ന് വരെ ജീവിച്ചത്. നീ Amen. യേശുവിന്റെ കരം പിടിച്ച് ജീവിച്ചോ, Amen. you will never be Hallelujah. ashamed. Hallelujah. बच्चों को बोलने का बेटा बेटी मैं परमेश्वर का हाथ पकड़ ये के चला, वो आज तक कालघट्टത്തിന്റെ टिका है, ഒരു तुम्हें उस प्रकार चलना है। ഈ കാലഘട്ടത്തിന്റെ ഒരു ക്രൈസിസ്, कि इस दौर का सबसे बड़ा एक चुनौती, മാതാപിതാക്കൾ ഒത്തിരി പ്രാർത്ഥിച്ച് ജോലിയൊക്കെ വാങ്ങിച്ച് മക്കൾക്ക് വേണ്ടി കരുതി വെക്കും. कि माता पिता बहुत प्रार्थना करके नौकरी सब करके बच्चों के लिए संभाल के रखता പക്ഷേ है, യേശുവിനെ കൊടുക്കാൻ മറന്നു പോകും. लेकिन बच्चों को यीशु को नहीं देता പണം है। ഇഷ്ടം പോലെ കൊടുക്കും, धन बहुत देता है, യേശുവിനെ കൊടുക്കാൻ മറന്നു പോകും. लेकिन यीशु को नहीं दे നാളെ ഈ पाते। മക്കൾ ചോദിക്കും, कले बच्चे യേശു पूछेंगे ആരാ? यीशु कौन है? യേശു എനിക്ക് എന്തോ ചെയ്തു? यीशु मेरे लिए क्या किया? ഹലോ, യേശു ഇല്ല അവരുടെ ജീവിതത്തിൽ. उनके जीवन में ആ यीशु नहीं है। പരാജയം നിങ്ങളുടെ തലമുറയ്ക്ക് ഉണ്ടാകരുത്. वो पराजय आपकी पीढ़ी को नहीं होना है। Hallelujah. हालेलुया। അല്പമൊക്കെ സങ്കടം ഉണ്ടെങ്കിലേ കർത്താവിനെ വിളിക്കത്തുള്ളൂ കേട്ടോ. अगर थोड़ा बहुत छोटा मोटा दुख रहेगा, दिक्कत रहेगा, तभी यीशु को बुलाएगा। ഹല്ലേലൂയ. സങ്കടം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ സങ്കടം പഠിപ്പിക്കണം. അതാ തമ്പുരാനും ഇടയ്ക്കൊക്കെ നമ്മളോട് ചെയ്യുന്നത്. कि भले थोड़ा बहुत तकलीफ नहीं तो उनको तकलीफ सिखाना है। നമ്മൾ അവനെ മറന്നു പോകാതിരിക്കാനാ, നന്മയ്ക്കായിട്ടാ കേട്ടോ, അനുഗ്രഹമാണ്. आमीन, हालेलुया। हम उसे भूले नहीं, वो आशीष के लिए है। നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവിന്റെ കരുതലുണ്ട്. हमारे लिए संभालने वाले एक परमेश्वर है। തിമോത്തിയോസിനോട് പൗലോസോട് നീ ഇത് ആജ്ഞാപിക്കണം कि तिमुथियुस से पौलुस कहता है, എന്ന് പറഞ്ഞാൽ നീ ഇത് സഭയെ പഠിപ്പിക്കണം. तू ये कलीसिया में നീ सिखाना। സഭയിൽ എന്ത് പഠിപ്പിക്കണം? तू कलीसिया में क्या सिखाना? സഭയിൽ റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ട്, कि कलीसिया में धनवान लोग हैं, അവരോട് പറയണം, उनसे कहना ഹല്ലേലൂയ, നിങ്ങൾ ധനത്തിൽ ആശ്രയിക്കരുത്. आप धन में उम्मीद मत ധനം रखो, വരും പോകും, कि धन आएगा जाएगा, പക്ഷെ മാറ്റമില്ലാത്ത കർത്താവ് മാത്രമേ ഉള്ളൂ, അവനിലെ ആശ്രയിക്കാവുള്ളൂ. जो नहीं बदलने वाला परमेश्वर, उसी पे तुम्हें आश्रय रखना സമ്പത്ത് है। വർദ്ധിച്ചാൽ അതിൽ ആശ്രയിക്കരുത് കേട്ടോ. धन बढ़ने पे उस पे निर्भर नहीं रहना കാരണം അത് है, എപ്പം വേണമെങ്കിലും കയ്യിൽ നിന്ന് പോകാം. क्योंकि वो कभी भी हाथ से जा सकता പക്ഷെ है, മാറാത്തവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. लेकिन नहीं जाने वाला एक ही है। आमीन, ഹല്ലേലൂയ, യേശു മാത്രമേ ഉള്ളൂ. केवल यीशु ही है। യെരമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ യെരമ്യാ പ്രവാചകനും ഇത് തന്നെയാ പ്രവചിച്ചത്. यिर्मयाह का किताब 9 में यिर्मयाह भी इस प्रकार कहता है। യെരമ്യാ എന്താ പറഞ്ഞെന്നറിയാമോ? उसने क्या कहा? അതുകൊണ്ട് ബുദ്ധിമാൻ തന്റെ ബുദ്ധിയിൽ ആശ്രയിക്കരുത്. इसलिए बुद्धिमान जो है अपने बुद्धि में യെരമ്യാവ് 9:23 വായിച്ചാട്ടെ. ജെറമ്യാ chapter 9 verse 23. बुद्धिमान अपने बुद्धि पर घमंड ना करे. बुद्धिमान അവരുടെ ബുദ്ധിയിൽ പ്രശംസിക്കരുത്. ओ वीर अपने वीरता पर, धनिक अपने धन पर घमंड ना करे. Clear, it is very clear. Hallelujah. Why? साफ लिखा है। क्यों? എന്തുകൊണ്ട്? क्यों? ബുദ്ധി, വീരത, ധനം ഇതൊക്കെ വരും പോകും കേട്ടോ. क्योंकि बुद्धि जो है, धैर्य जो है, जो धन है, वो सब आएगा और जाएगा। എല്ലാം മാറുന്ന സാധനങ്ങളാണ്. ये सब बदलने वाली चीज है। പ്രശംസിക്കുകയാണെങ്കിൽ अगर हमें घमंड लेना है, घमंड करे, इसी बात पर घमंड करे. आमीन, आमीन। देखो, പ്രശംസിക്കുകയാണെങ്കിൽ കർത്താവിൽ പ്രശംസിക്കണം. अगर घमंड करना है तो परमेश्वर पे घमंड करना है। അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, इसीलिए पौलुस ने कहा, എന്റെ പ്രശംസ എന്തുവാ? मेरा घमंड क्या है? കർത്താവിന്റെ ക്രൂശില. परमेश्वर का क्रूस है।
എല്ലാവരും പറഞ്ഞാട്ടെ, എന്റെ പ്രശംസ കർത്താവില, मुंह खोल के बोलो मेरा गमन എന്റെ परमेश्वर पे ആശ്രയം है, കർത്താവില. मेरा जो आश्रय जो है परमेश्वर पे है. ഈ നൂറ്റാണ്ടിന്റെ പ്രശ്നം, അന്തിമ യുഗത്തിന്റെ പ്രശ്നം, इस काल का जो समस्या है, ഭക്തിയുടെ വേഷമുണ്ട്, അതിന്റെ ശക്തിയെ മറന്ന് ജീവിക്കുന്നു. भक्ति का वेश है लेकिन उसका सामर्थ्य नहीं है, शक्ति नहीं है. മാനിഫെസ്റ്റേഷൻസ് ഒത്തിരി ഉണ്ട്. बहुत सारे प्रकटन होता है. എന്തൊക്കെ മാനിഫെസ്റ്റേഷൻ, എന്തൊക്കെ കോക്കാമ്പിച്ചിയെ കാണിക്കുന്നറിയാം. क्या क्या प्रकट करके बताते हैं. കഴിഞ്ഞ ഒരു ദിവസം ഒരു ദൈവ വൈദ്യൻ എന്നെ ഫോൺ ചെയ്തു. पिछले दिनों एक परमेश्वर के അദ്ദേഹം बच्चे ने फोन किया പരിശുദ്ധാത്മാവിന് വേണ്ടി കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി മാസങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. और दर्शन के लिए परमेश्वर का अनुग्रह के लिए महीनों से प्रार्थना कर അപ്പൊ रहा है. അദ്ദേഹത്തോട് ആരാണ്ട് പറഞ്ഞു, ഒരു പവർ കോൺഫറൻസ് നടക്കുന്നു, അവിടെ ഒത്തിരി പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നെന്ന്. तो किसी ने उसको बोला वहाँ एक पावर कॉन्फ्रेंस चल रहा है, वहाँ बहुत पवित्र आत्मा को बांट ഇപ്പൊ रहे हैं. അങ്ങനെയാണല്ലോ, ചുമ്മാ നിങ്ങൾ പബ്ലിസിറ്റി കൊടുക്കുക, ഞങ്ങൾ ഇവിടെ വന്ന പരിശുദ്ധാത്മാവിനെ തരാന്ന്. പിന്നെ അവിടെ കാണിക്കുന്ന പരിപാടിക്കൊന്നും ഒരു അതിരില്ലെന്നുള്ളതാ. अब ऐसे है कि लोग कहते हैं कि आप इधर आओ, हम आपको पवित्र आत्मा देंगे, और वहाँ जाके बहुत सारे वो लोग नौटंकी ഇടയ്ക്ക് करते हैं നിർത്തി പറയട്ടെ, ഞാൻ പരിശുദ്ധാത്മാവിന്റെ എല്ലാ പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്ന ദൈവദാസനാ. कि ये कहना चाहूंगा कि हम पवित्र आत्मा के सारे कार्यों में विश्वास करते हैं. മാനിഫെസ്റ്റേഷൻസ്, मैं प्रकटन के विरुद्ध नहीं പക്ഷെ है, ചില മാനിഫെസ്റ്റേഷൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. लेकिन कुछ जो प्रकटन जब देखता है तो लगता है वो नकली है, ഒറിജിനലിനെ തോപ്പിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ്. कि ओरिजिनल को नाकाम करने वाला डुप्लीकेट, ഒറിജിനലിന് പറയാൻ പറ്റാത്ത അത്ര സൂപ്പർ അന്യഭാഷ, कि ओरिजिनल जो नहीं कह सकते उससे बढ़कर अन्य भाषा, ഒറിജിനലിൽ ഇല്ലാത്ത മാനിഫെസ്റ്റേഷൻസ്. जो ओरिजिनल में नहीं है वैसा प्रकाशन. ഭക്തിയുടെ വേഷമുണ്ട്, भक्ति का जो वेश പക്ഷെ है, സാൽവേഷന്റെ വചനമില്ല, लेकिन जो उद्धार का जो है वो वचन नहीं പാപത്തിനെതിരെ है, സംസാരമില്ല. कि पाप के बारे में बातें नहीं है, മീറ്റിംഗിന് റിവൈവൽ എന്ന് പേര് കൊടുക്കും. कि मीटिंग को रिवाइवल कहता है, ആളുകൾ എന്തെങ്കിലുമൊക്കെ കൊക്കാമ്പിച്ച് കാണിക്കും. और लोग कुछ ना कुछ वहाँ कहते हैं. ഹലോ, പാപബോധമില്ല, वो सुन के किसी को पाप के बारे വിശുദ്ധിയിലേക്ക് में, ജനം വളരുന്നില്ല. पवित्रता में लोग बढ़ते नहीं है. അർത്ഥം എന്താണെന്നറിയാമോ? अर्थ क्या ഈ है? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. कि ये जो चल रहा है वो एक डुप्लीकेट है. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. हमें हमेशा एक ഭക്തിയുടെ ध्यान देना വേഷം है. പോരാ, അതിന്റെ ശക്തി വേണം. भक्ति का वेश नहीं, उसका शक्ति भी ഭക്തിയുടെ होना है. ശക്തി എന്താണ്? भक्ति का शक्ति क्या है? നരകത്തിൽ നിന്ന് ജനത്തെ വലിച്ചെടുക്കുന്നതാണ് ഭക്തിയുടെ ശക്തി. नरक में से लोगों को खींच के निकालना है भक्ति का शक्ति. യശയ്യാ 63:1 പറയുകയാണ്, Jesus, he is having the power to save. Hallelujah. आमीन. एशिया 63 में इस प्रकार कहते हैं, यीशु मसीह को वो सामर्थ्य है तुम्हें नरक से उठाने का. നിത്യതയെക്കുറിച്ച് രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കാത്ത പ്രസംഗങ്ങൾ, ഹല്ലേലൂയ, അത് പൂർണ്ണമല്ല എന്ന് ഞാൻ പറയുന്നു. वे इस प्रकार कहते हैं जो अनंत जीवन के बारे में, उद्धार के बारे में जो नहीं If कहते, वो our वचन पूर्ण preaching do नहीं not है. lead people to salvation, अगर hallelujah. हमारा प्रचार लोगों को उद्धार की ओर नहीं लाता है, If our ministry is not saving people from hell, hallelujah. अगर हमारी सेवकाई लोगों को नरक से नहीं बचाता है, നമ്മുടെ ശുശ്രൂഷ റൈറ്റ് ട്രാക്കിൽ അല്ല. हमारी सेवकाई सही दिशा में नहीं നമ്മൾ है. ജനത്തോട് എപ്പോഴും പറയേണ്ടത്, हमें लोगों से हमेशा जो कहना है, എന്ത് കിട്ടിയാലും സന്തോഷത്തോടെ സ്വീകരിക്കണം. പക്ഷേ ഒന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടേണ്ടതൊന്നുണ്ട്, നഷ്ടപ്പെടാൻ പാടില്ലാത്തതൊന്നുണ്ട്. അത് നിത്യതയാണ്, യേശുവിലൂടെയുള്ള രക്ഷയാണ്. सबसे कहना है कि इस पृथ्वी में तुम्हें जो भी मिलेगा वो आनंद के साथ उसे तुम ले लो, लेकिन जो नहीं छोड़ने वाला, नहीं त्यागने वाला एक चीज है, वो है कि आनंद जीवन. ബാക്കിയെല്ലാം ഈ ഭൂമിയിൽ തീരുന്നതാ. बाकी सब इस दुनिया में समाप्त होगा. കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞൊരു കാര്യം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുക. परमेश्वर की आत्मा ने जो मुझसे कहा मैं आपसे कहना चाहूंगा. ദൈവാത്മാവിനോട് പറഞ്ഞു, परमेश्वर की आत्मा ने पिछले दिनों ഈ में അന്ത്യ कहा, നൂറ്റാണ്ടിൽ ये जो अंतिम समय में ഭക്തിയുടെ വേഷമില്ല, അതിന്റെ ശക്തി, ഹല്ലേലൂയ, ഭക്തിയുടെ വേഷമേ ഉള്ളൂ, ശക്തി ഇല്ലാതെ ജനം ജീവിക്കുമ്പോൾ. भक्ति का वेश है लेकिन बिना सामर्थ्य का लोग जब जीता है, ശക്തി, ശക്തി ഒരു അർത്ഥം കൂടെ പറഞ്ഞു തരാം. उसका और एक अर्थ कहता ഭക്തിയുടെ है. ശക്തി എന്താ? भक्ति का शक्ति क्या है? റിയൽ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. कि पवित्र आत्मा का जो सानिध्य है. വേഷമുണ്ട്, कि वेश है, പരിശുദ്ധാത്മാവില്ല. पवित्र आत्मा नहीं है. അപ്പൊ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ലയോ? अब मुझे पवित्र आत्मा नहीं है. അയ്യോ പാസ്റ്ററേ, എന്തൊരു അന്യഭാഷയാ. कितना अन्य भाषा कह रहे हैं. അവൻ പരിശുദ്ധാത്മ പറയും, पवित्र आत्मा कहेंगे, എനിക്കറിയത്തില്ല, मुझे पता नहीं, എനിക്കറിയത്തില്ല പുള്ളി എന്തോ പറയുന്നത്. मुझे पता नहीं वो क्या कह रहा है. പുള്ളി കടിച്ചാപ്പൊട്ടാത്ത കാര്യങ്ങൾക്ക് പറയുന്നുണ്ട് അവിടെ. वो ऐसे कुछ बातें बोले जो समझ പക്ഷേ नहीं आ എന്നിൽ रहे, നിന്ന് നല്ലത് लेकिन वो मेरे द्वारा नहीं അതെങ്ങനെ है. മനസ്സിലാകും? वो कैसे पता चलेगा? യേശു കർത്താവ് തന്നെ പറഞ്ഞു, यीशु मसीह ने कहा കള്ളപ്രവാചകന്മാർ ഒത്തിരി വരും. कि झूठा भविष्यता बहुत നിങ്ങൾ അങ്ങനെ आएंगे. മനസ്സിലാക്കണം. आपको कैसे परखना है? വൃക്ഷത്തെ ഫലം കൊണ്ട് മനസ്സിലാക്കണം. जो वृक्ष है उसको फल से जो देखना ഫലം पड़ता है. എന്താണ്? फल क्या है?
ഈ ശുശ്രൂഷയുടെ ഫലം എന്താണ്? इस सेवकाई का फल क्या है? ഈ ശുശ്രൂഷ നിമിത്തം ये सेवकाई के द्वारा ആളുകൾ സാത്താന്റെ സാമ്രാജ്യം വിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലേക്ക് വളരുന്നെങ്കിൽ ഫലം നല്ലതാ. अगर इस सेवकाई से लोग जो है सातान के गढ़ों को छोड़ के पवित्र होकर विशुद्धि की ओर बढ़ रहे हैं तो वो सही है. പക്ഷെ പാപം വിടുന്നില്ല. लेकिन पाप नहीं छोड़ रहे. ഹല്ലേലൂയ. വിശുദ്ധിയിലേക്ക് വളരുന്നില്ല. पवित्रता में नहीं बढ़ रहे. ലോകവുമായിട്ട് വേർപെടുന്നില്ല. दुनिया से वो अलग नहीं हो रहे. ഫലം എന്തുവാ? फल क्या है? സാത്താന് വലിയ സന്തോഷം. सातान को बहुत आनंद है. ആ ചർച്ചിന്റെ ഏറ്റവും വലിയ പ്രൊമോട്ടർ സാത്താനാ. നിങ്ങൾ उस മനസ്സിലാക്കി? कलीसिया का सबसे बड़ा प्रमोटर जो है सातान है. ആണോ? है कि नहीं? ഏത് ചർച്ചിന്റെ? कौन सी कलीसिया का? ഡ്യൂപ്ലിക്കേറ്റ് ആത്മാവ് വ്യാപരിക്കുന്ന ചർച്ചിന്റെ. जो डुप्लीकेट आत्मा जहाँ चलता ആ है. ചർച്ചിൽ രാവിലെ പോകാൻ നടക്കുമ്പോൾ വയറ്റുവേദന ആർക്കും വരുന്നില്ല. उस कलीसिया में सुबह जाने के लिए किसी को पेट दर्द नहीं होगा. ഹലോ, കാരണം എന്താ? कारण क्या है? സാത്താൻ പറയടാ ഇവൻ ഈ ചർച്ചിൽ പോയാലേ എന്റെ കാര്യം നടക്കത്തില്ല, പൊയ്ക്കോ, ഒരു കുഴപ്പമില്ല, നീ പൊയ്ക്കോളാൻ പറയും. सातान बोले तू ये कलीसिया में जाएगा तो मेरे काम को जल्दी जा. പക്ഷെ ഹാർവെസ്റ്റ് മെഷീനിൽ പോകാൻ രാവിലെ നടക്കുമ്പോൾ പ്രശ്നമാ. लेकिन हार्वेस्ट के लिए जब सुबह उतरेगा समस्या ഒരു പ്രകാരത്തിൽ അവിടെ വരാൻ പറ്റത്തില്ല. कि वो कोई भी समझ എന്താ കാരണം അറിയാമോ? कारण क्या है? സാത്താൻ അറിയാം നീ അവിടെ പോയാൽ രക്ഷപ്പെടുമെന്ന്. कि सातान को पता है तू उधर जाएगा നീ तो उद्धार വിശുദ്ധിയുടെ വചനം पाएगा. കേൾക്കുമെന്ന്. तू पवित्रता का നീ वचन രക്ഷയെ सुनेगा. കുറിച്ച് അറിയുമെന്ന്. तू उद्धार के बारे में നീ जानेगा. യേശുവിനെ കുറിച്ച് तू അറിയുമെന്ന്. यीशु के बारे में जानेगा. സാത്താൻ അത് അറിയാൻ സമ്മതിക്കത്തില്ല. कि सातान वो सुनने नहीं देगा. ഹല്ലേലൂയ. हालेलुया. താങ്ക് യു ജീസസ്. പിശാചിന് ഒരു സങ്കടമില്ലെന്ന്. ഡ്യൂപ്ലിക്കേറ്റ് വചനം, ഡ്യൂപ്ലിക്കേറ്റ് അഭിഷേകം വ്യാപരിക്കുന്നിടത്ത് ആള് പോകുന്നതിൽ പിശാചിന് ഒരു സങ്കടവുമില്ല. जो डुप्लीकेट जो अभिषेक जहाँ चलता है वहाँ लोग जाने से शैतान को कोई दिक्कत नहीं है. കാരണം എന്താ? कारण क्या है? പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് ഒരാൾ പോലും നഷ്ടപ്പെടുന്നില്ല. शैतान के राज से कोई भी व्यक्ति नष्ट नहीं हो रहा है. ഒരു കൂട്ടം മുഴുവൻ ഒന്നിച്ചങ്ങോട്ടങ്ങ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. एक बहुत बड़ा झंड उसके पास जा रहा है. ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. ये अंतिम समय का लक्षण है. കഴിഞ്ഞ ദിവസം ദൈവാത്മാവിനോട് പറഞ്ഞു. पिछले दिन परमेश्वर की आत्मा ने कहा. ഇത് കണ്ടിട്ട് നമ്മളെക്കാട്ടിലും വിഷമം ആർക്കാന്ന് അറിയാമോ? ये देख के हमसे भी ज्यादा दुख किसको मालूम है? നിങ്ങൾ പറയാ ആർക്കാന്ന്? പരിശുദ്ധാത്മാവിന്. पवित्र आत्मा को है. പരിശുദ്ധാത്മാവ് ഇല്ലാത്തടത്ത് जहाँ पवित्र आत्मा नहीं है, പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞ് पवित्र आत्मा है बोल के മാനിഫെസ്റ്റേഷൻസ് സംഭവിക്കുമ്പോൾ वो प्रकर्षण जब करता है. കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഞാൻ അവിടെ പോകാനിരുന്ന, പക്ഷെ അവിടുത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പോകാതിരിക്കാൻ നല്ലതെന്ന്. एक नौजवान ने बोले कि मैं वहां जाने वाला था लेकिन वहां का वीडियो देख के मुझे लगा नहीं जाना है. പരിപാടിയാ കാണിക്കുന്നത്. वहां क्या करता है? കർച്ചീഫ് ഒക്കെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ അങ്ങ് വീശുക. वो जो रुमाल है पानी में डुबा के എന്നിട്ട് ഓരോ തുള്ളി വെള്ളം അങ്ങോട്ട് വീഴുമ്പോൾ അവിടുന്ന് പരിശുദ്ധാത്മാവ് വീഴുന്നെന്ന്. ഈ മണ്ടത്തരമൊക്കെ വേദോസത്തിൽ ഇല്ലാത്ത കാര്യമൊക്കെ എന്തിനാ ചെയ്യുന്നത്? एक एक बूंद जब पानी गिरते बोलते पवित्र आत्मा गिरा है. ऐसा कोई वचन में नहीं है. പിന്നെ പാക്കറ്റ് കണക്കിന് എണ്ണ കൊണ്ടുവന്നിട്ട് അങ്ങ് വീശുക. ഹല്ലേലൂയ. और जो पैकेट में तेल आके वो ऐसा फेंक रहा है. ഇതൊക്കെ ആക്ഷരികമായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ സിംബോളിസത്തിന്റെ ആവശ്യമുണ്ടോ? आमेन हालेलुया. हकीकत में जो पवित्र आत्मा जो उतरने वाला इस दौर में ये सब नाटक का ढोंग का जरूरत है क्या? പണ്ട് പഴയ നിയമകാലത്തെ जो पुराना नियम है പുരോഹിതൻ എണ്ണയും കൊണ്ട് നടക്കുമായിരുന്നു. कि वहां तेल के साथ चलते थे. എന്താന്ന് വെച്ചാൽ ഒറിജിനൽ പരിശുദ്ധാത്മാവ് ആക്ഷരികമായിട്ട് ഇല്ല. क्योंकि हकीकत में जो पवित्र आत्मा उस समय उतर के नहीं आता था. സിംബോളിസമാ. वो सिंबोलिज्म था. പക്ഷെ ഒറിജിനൽ പരിശുദ്ധാത്മാവ് ഇന്ന് വ്യാപരിക്കുന്നെങ്കിൽ എന്തിനാണ് ഈ വെള്ളവും ഈ എണ്ണയും കൊണ്ട് നമ്മൾ നടക്കുന്നത്? नहीं, आज जब हकीकत में पवित्र आत्मा कार्य करते हैं तो पानी ये तेल सब लेके क्यों चलना है? നിർത്തിത്. हमें ये सब बंद करो. Holy Spirit is grieving. कि पवित्र आत्मा दुख हो रहा है. Holy Spirit is grieving. पवित्र आत्मा को दुख हो रहा है. രാവിലെ ദൈവാത്മാവിനോട് പറഞ്ഞു, आज सुबह पवित्र परमेश्वर की आत्मा Holy ने कहा Spirit is grieving. कि पवित्र आत्मा जो है दुख हो रहा है. Hallelujah. Hallelujah. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ചലിക്കുന്നത് കാണുമ്പോൾ നമ്മളെക്കാട്ടിലും വിഷമം പരിശുദ്ധാത്മാവിനുണ്ട്. जो ओरिजिनल से भी बड़ा जब डुप्लीकेट कार्य करते हैं तो हमसे भी ज्यादा जो दर्द है पवित्र आत्मा को होता है. അന്ത്യകാലത്തിന്റെ अंतिम ലക്ഷണം समय का ये लक्षण है മനുഷ്യൻ സ്വസ്നേഹികളാകുന്നു. कि इंसान जो है एकदम सेल्फिश बन जाते हैं. മനുഷ്യൻ ദ്രവ്യാഗ്രഹികളാകുന്നു. कि इंसान जो है कि लालची बन जाते हैं. ഭക്തിയുടെ വേഷമുണ്ട്, ശക്തിയില്ല. भक्ति का जो वेश है लेकिन शक्ति नहीं The है. real power of Holy Spirit is not moving. कि हकीकत का जो शक्ति जो पवित्र आत्मा But चल they नहीं रहा have है all the duplicate manifestations. लेकिन पूरा ढोंग है वहां. Hallelujah. Come back. हमें लौट आओ. Come back. लौट आओ. We just want to trust in God only.
We just हमें want to पूरा trust in God. परमेश्वर पे आश्रय रखना We है। just want to trust in the power of the Holy Spirit. हमें पवित्र आत्मा का सामर्थ पे भरोसा रखना है। Holy Spirit will move only in a place where holiness is preached. पवित्र आत्मा वही चलेगा जहाँ पवित्रता के बारे में कहता है, Because Holy Spirit is holy. कि पवित्र आत्मा पवित्र है। He cannot compromise with sin. वो पाप के साथ कोई He समझौता is the नहीं one करेगा। who gives you the conviction about sin. वो है आपको पाप के बारे में प्रकट करके देगा। പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന ആത്മാവാ. कि पवित्र आत्मा जो है पाप के बारे में प्रकट करके देने वाला आत्मा है। പരിശുദ്ധാത്മാവ് ഒരിടത്ത് പ്രവർത്തിച്ചാൽ पवित्र आत्मा एक जगह पे कार्य करेगा പാപത്തെക്കുറിച്ചുള്ള കൺവിക്ഷൻ ഉണ്ടാകും. कि पाप के बारे में जो है प्रकट होगा। ആളുകൾ പാപം വിടും. लोग पाप को छोड़ेगा, അതിനാണ് റിവൈവൽ എന്ന് പറയുന്നത്. उसको जागृति कहता है। Revival without repentance is not revival. जब रिवाइवल है बिना रिपेंटेंस का रिवाइवल नहीं है। If people are following the same lifestyle after the revival, that means that was not a revival. यदि रिवाइवल के बावजूद भी हम पुराना जीवन जी रहे तो हकीकत में रिवाइवल नहीं है। Hello, are you listening me? क्या आप मुझे सुन रहे हैं? Revival സംഭവിച്ചു കഴിഞ്ഞാൽ अगर रिवाइवल होता है, ഭയങ്കര പാപബോധമാ. बहुत पाप के बारे में होता है। ആളുകൾ പറയും അയ്യോ ഞാൻ ഇനി അത് ചെയ്യത്തില്ല. लोग बोलेंगे मैं अभी वो नहीं അയ്യോ करूंगा, അത് അശുദ്ധമാ. वो अपवित्र है। ഇതുവരെ ഇല്ലാത്ത പാപത്തെക്കുറിച്ചുള്ള പാപബോധം പരിശുദ്ധാത്മാവ് വർഗ്ഗയിൽ ഉണ്ടാകും. आज तक जो पाप के बारे में प्रकट नहीं होता था वो पवित्र आत्मा आएगा तो वो പക്ഷേ प्रकट ഇന്ന് होगा। നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? आज हम क्या देख रहे हैं അന്യഭാഷ പറഞ്ഞുകൊണ്ട് പാപം ചെയ്യുക. कि अन्य भाषा कह के पाप करता है, ലോകത്തിലേക്ക് റിച്ച് ആകാൻ വേണ്ടി പ്രാർത്ഥിച്ചോണ്ട് പാപം ചെയ്യുക. कि दुनिया में अमीर बनने के लिए प्रार्थना करके पाप कर रहे हैं। Holy Spirit is not moving. पवित्र आत्मा नहीं चल रहा है। Literally 63-ാമത്തെ അധ്യായം യെശയ്യാ പറഞ്ഞതുപോലെ Holy Spirit is grieving. कि जैसा यशायाह 63 में कहते पवित्र आत्मा दुख हो रहा है। രാവിലെ ദൈവാത്മാവിനോട് Holy Spirit is grieving, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ कि जब पवित्र आत्मा दुख हो रहा है करके सुबह ഞാൻ कहा, പറഞ്ഞു കർത്താവ് അതിനുള്ള വചനം തരണം. मैंने बोला परमेश्वर उसके लिए वचन देना। അങ്ങനെ ദൈവാത്മാവ് തന്ന വചനമാണ് യെശയ്യാവ് 63. तब परमेश्वर ने दिया वचन है यशायाह 63। 63-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. वह उस अध्याय में 3 बार पवित्र आत्मा के बारे में कहते हैं। ഹല്ലേലൂയ ഇങ്ങനെ എഴുതി. पहला इस प्रकार लिखता है ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അവരുടെ നടുവിൽ വസിക്കാൻ വേണ്ടി കൊടുത്തു. कि परमेश्वर उसकी पवित्र आत्मा को उसके बीच में वास करने दिया, പക്ഷേ അവരെന്ത് ചെയ്തു? लेकिन उन्होंने क्या किया? ദൈവത്തെ മറന്ന്, परमेश्वर को भूल के, ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറന്ന് परमेश्वर किया അവർ उपकारों को भूल के പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. वो पवित्र आत्मा को दुख दिया। അങ്ങനെയാണ് യെശയ്യാവ് 63-ൽ എഴുതിയിരിക്കുന്നത്. वैसा है यशायाह 63 में ഈ लिखा। കാലഘട്ടത്തിൽ ഒത്തിരി പേർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് ജീവിക്കുന്നു. इस काल में बहुत सारे लोग हैं जो पवित्र आत्मा को दुख देता है। ഭക്തിയുടെ വേഷമുണ്ട്, भक्ति का वेश പക്ഷേ है ശക്തിയില്ല. लेकिन शक्ति नहीं है। ആളുകൾ രക്ഷിക്കപ്പെടുന്നില്ല, लोग उद्धार नहीं पा रहे हैं, പാപബോധത്തിലേക്ക് വരുന്നില്ല. पाप के बारे में उनको प्रकट नहीं हो रहा है। പരിശുദ്ധാത്മാവിന്റെ റിയൽ പ്രവൃത്തി ഇല്ല. पवित्र आत्मा का हकीकत का कार्य ആരാ नहीं है। ദുഃഖിക്കുന്നത്? कौन दुख हो रहा है? പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. पवित्र आत्मा दुख हो रहा है। ഹല്ലേലൂയ. നമ്മളിൽ എത്ര പേർ പറയും हम में से कितने लोग कहेंगे കർത്താവേ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട? परमेश्वर मुझे डुप्लीकेट नहीं चाहिए। ഡ്യൂപ്ലിക്കേറ്റ് എവിടെ എഴഞ്ഞു കയറുന്നതെന്ന് അറിയാമോ? डुप्लीकेट कहाँ आते हैं आपको पता है? ദൈവമക്കളെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. आपको हमें सच्चाई जानना है। ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ സഭകൾക്കകത്ത് കയറുന്നത്? कैसे डुप्लीकेट कलीसिया में आता है? അഭിഷക്തന്മാർ ദൈവദാസന്മാർ ദൈവവചനത്തിന്റെ വേർപാട് വിട്ടു നിന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് കയറും. कि अभिषेक लोग परमेश्वर के दास लोग हैं, वचन की जो व्यवस्था से दूर रहेंगे तो डुप्लीकेट आएंगे। സഭയിൽ വചനത്തോട് കോംപ്രമൈസ് ചെയ്യുന്നോ ഡ്യൂപ്ലിക്കേറ്റ് കയറും. जो भी कलीसिया में वचन के साथ समझौता करते हैं वहां डुप्लीकेट घुसेगा। വചനത്തിന്റെ ബൗണ്ടറി ഇല്ലെങ്കിൽ अगर वचन का जो बाउंड्री नहीं है ഡ്യൂപ്ലിക്കേറ്റിന് കയറാൻ എളുപ്പമാ. वहां डुप्लीकेट घुसने के लिए आसान है। കഴിഞ്ഞ ദിവസം ഞാൻ നഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് സംസാരിച്ചു. पिछले दिनों में नहम्या का किताब से पढ़ा। എന്താണ് പറഞ്ഞത്? क्या कहा? നഹമ്യാവിന്റെ പുസ്തകത്തിൽ പറയുകയാണ്, नहम्या का किताब में कहता है, ഹല്ലേലൂയ, എസ്രയുടെ പുസ്തകത്തിൽ ആലയം പണിതല്ലേ, एस्रा का जो किताब में जो है मंदिर को बनाया, വർഷിപ്പ് പുനഃസ്ഥാപിക്കപ്പെട്ടു. कि वर्शिप को पुनर्स्थापन പക്ഷേ किया, ഇപ്പോഴും മതിൽ പൊളിഞ്ഞു കിടക്കുക. लेकिन अभी भी जो दीवार टूटा ഇതിന്റെ हुआ അപകടം है, എന്താ? इसका दुर्घटना क्या है? ആലയം നല്ല ബ്യൂട്ടിഫുൾ, പ്രൈസ് ആൻഡ് വർഷിപ്പ് ഭയങ്കരമായിട്ട് നടക്കുന്നു, പക്ഷെ മതിലില്ലെങ്കിൽ, कि मंदिर बहुत अच्छा है, स्तुति आराधना अच्छा है, लेकिन अगर दीवार नहीं है तो ഈ മതിലിന് പുറത്തൊരു ലോകമുണ്ട്, इसके बाहर एक दुनिया है, പാപം നിറഞ്ഞൊരു ലോകമുണ്ട്. पाप से भरा हुआ एक दुनिया है, അവിടെയുള്ള പലതും ഇങ്ങോട്ട് കയറും. उसमें से बहुत सारी चीज इसमें आ जाएगा। ലോകത്തിലേത് പലതും സഭയ്ക്കകത്ത് കയറുന്നു. दुनिया के बहुत सारी चीजें कलीसिया में आएगा। അതുകൊണ്ട് इसीलिए ആലയം പുനഃസ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ
जैसे मंदिर को फिर से बनाए उसी प्रकार ആരാധന പുനഃസ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ आराधना को पुनर्स्थापन किया उसी प्रकार പുറത്ത് പണിയേണ്ട മതില് പണിതോണം കേട്ടോ. उसी प्रकार जो दीवार बनाना दीवार भी बनाना है മതില് പണിതോണം കേട്ടോ. एक दीवार बनाना है ഇല്ല എങ്കിൽ अगर नहीं है तो അകത്തുള്ളത് വെളിയിലോട്ട് പോകും, अंदर जो है वो बाहर जाएगा വെളിയിലുള്ളത് അകത്തോട്ട് കയറും. और बाहर जो है अंदर आएगा പല പ്രസ്ഥാനങ്ങൾക്കും പല ദൈവദാസന്മാർക്കും പറ്റിയത് बहुत सारे कलीसिया में परमेश्वर के दासों को हुआ है അനവധി ദൈവദാസന്മാരെ എനിക്കറിയാം. बहुत सारे परमेश्वर के दासों को അവരുടെ जानते हैं തുടക്കം നല്ലതായിരുന്നു. उनका आरंभ बहुत अच्छा था നന്നായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ചു. कि अच्छे से उपवास किया प्रार्थना करे परमेश्वर का सामर्थ्य को पाया അല്പം ശുശ്രൂഷയിൽ വളർന്നപ്പോൾ जब थोड़ा सेवकाई में बढ़ा तो പിന്നെ വളർച്ച മാത്രമായി ലക്ഷ്യം. फिर क्या है सिर्फ ग्रोथ ही देखता പിന്നെ പോപ്പുലാരിറ്റിയുടെ പുറകെ പോകാൻ തുടങ്ങി. फिर पॉपुलैरिटी के पीछे गया പിന്നെ സെലിബ്രിറ്റിയായി മാറി. फिर सेलिब्रिटी बन गया പിന്നെ പഴയ ആളെ അല്ല. फिर पुराना व्यक्ति नहीं ഇപ്പോൾ है ലക്ഷ്യം സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിലനിർത്തണം. अभी क्या है सेलिब्रिटी स्टेटस को मेंटेन करना है അങ്ങനൊക്കെ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ जब उस प्रकार कार्य करने लगा ഇത്രയും നാൾ കൂടെ നിന്ന് പരിശുദ്ധാത്മാവ് അങ്ങ് വലിഞ്ഞു. कि अभी तक जो साथ में पवित्र आत्मा तो छोड़ के गया പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയെ വിട്ടുമാറി. पवित्र आत्मा उस व्यक्ति को छोड़ के गया പുള്ളിക്ക് മനസ്സിലായില്ല. उसे नहीं पता चला പരിശുദ്ധാത്മാവ് പോയെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായില്ല. पवित्र आत्मा गया उसे पता नहीं चला കാരണം ചർച്ചിൽ ഇപ്പോഴും അത്ഭുതം നടക്കുന്നുണ്ട്. क्योंकि कलीसिया में भी चमत्कार चल रहे ചർച്ചിൽ हैं ഇപ്പോഴും ഡെലിവറൻസിന്റെ സാക്ഷ്യം കിട്ടുന്നുണ്ട്. कि कलीसिया में अभी भी छुटकारा का गवाही मिल ആളുകൾ रहा വന്നിട്ട് മുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ ചർച്ചിൽ വന്നു. है लोग कहते हैं पिछले हफ्ते में कलीसिया में आया കർത്താവ് പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ എന്നെ സൗഖ്യമാക്കി. कि पास्टर ने प्रार्थना की तो मुझे चंगा किया പാസ്റ്റർ മനസ്സിൽ പറയാ, पास्टर मन में क्या എന്റെ പഴയ ദൈവകൃപയൊന്നും ഇല്ലെന്നാ ഞാൻ ഓർത്ത, പക്ഷെ ഇപ്പോഴും ഉണ്ടോ. ഹല്ലേലൂയ. कि मुझे लगा कि पहले का अभिषेक नहीं लेकिन अभी भी है പുള്ളിക്ക് ഒരു ആശ്വാസം. उससे भी एक ठंडक मिला അപ്പൊ ഈ വഴിയൊക്കെ കൊള്ളാക്കട്ടെ, ഇങ്ങനെ തന്നെ ഞാൻ ജീവിക്കാം. तो ये सब चलेगा मैं ऐसे ही जिएगा എന്റെ ഈ തെറ്റുകളൊക്കെ കർത്താവിന് ഇഷ്ടമാണെന്ന് പുള്ളിക്ക് തോന്നി. कि मेरा ये सब गलती परमेश्वर को पसंद है उन्हें लगा പിന്നെ പുള്ളി അങ്ങനെ തന്നെ ജീവിക്കാൻ തുടങ്ങി. और फिर लोग उस प्रकार लेने കർത്താവ് लगा പൂർണ്ണമായിട്ട് വിട്ടുമാറി. परमेश्वर पूरी तरह से छोड़ दिया ഹല്ലേലൂയ. ആ സ്ഥലത്തോട്ട് സാത്താൻ ഇടിച്ചു കയറി. उस जगह पे सातान आ गया ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പം പഴയതിലും ഭയങ്കര ശുശ്രൂഷയാ കേട്ടോ. अभी पहले से भी ज्यादा सेवकाई है ഇപ്പൊ പണ്ടത്തെ കട്ടിൽ വലിയ ശുശ്രൂഷയാ. अभी पहले से ज्यादा सेवकाई है ഭയങ്കര മിറക്കിൾസാ अभी സംഭവിക്കുന്നത്. बहुत बड़ा चमत्कार होता है പകുതിയും സാത്താന്റെ ഡ്രാമയാ. ज्यादातर शैतान का नौटंक है ഭയങ്കര മിറക്കിൾസ്. बहुत सारा चमत्कार വേദോസത്തിൽ നിന്ന് തെളിയിച്ചു തരാം. ശൗലിന് അഭിഷേകം നഷ്ടപ്പെട്ടു. मैं वचन से कहता हूँ सोल को जो है अभिषेक खोया ശൗലിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടല്ലേ. सोल का अभिषेक नष्ट हुआ അഭിഷേകം നഷ്ടപ്പെട്ട ശേഷവും ശൗല് പ്രവചിച്ചു. कि अभिषेक नष्ट होने के बावजूद उसने भविष्यवाणी दिया അതിന് മുമ്പും പ്രവചിച്ചിട്ടുണ്ട്. उससे पहले भी भविष्यवाणी दिया രണ്ട് പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം എന്താ? दोनों का फर्क क्या है ആദ്യം പ്രവചിച്ചപ്പോൾ पहली बार जब भविष्यवाणी दिया അവരൊക്കെ പറഞ്ഞു, അയ്യോ നമ്മുടെ ശൗലും പ്രവാചകനായിക്കോട്ടെ, എന്തൊരു പ്രവചനമാ, എന്തൊരു ശുശ്രൂഷയാ. ഹല്ലേലൂയ. जो लोगों ने देखा उन्होंने कहा कि सोल भविष्यवाणी देते, कितना बड़ा भविष्यवाणी പക്ഷേ है അഭിഷേകം നഷ്ടപ്പെട്ടിട്ട് जब अभिषेक नष्ट हुआ ആത്മാവ് പിടിച്ചു കഴിഞ്ഞപ്പോൾ പ്രവചിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? जब दुष्टात्मा आया जब भविष्यवाणी ये तो क्या हुआ പ്രവചനം നടക്കുന്നുണ്ട്, कि जो भविष्यवाणी हो चल പക്ഷേ रहा है കൂട്ടത്തിൽ ഉടുപ്പൊക്കെ ഊരിക്കളഞ്ഞു. साथ में उसने क्या वस्त्र को निकाल दिया നഗ്നനായി പ്രവചിച്ചു. वो नंगा बन के अब आलोचना भविष्यवाणी दिया करो। तो लोगों ने कहा ശൗല് പ്രവചിക്കുന്നുണ്ട്, അങ്ങോട്ട് നോക്കരുത് കേട്ടോ. कि सोल क्या है भविष्यवाणी दे रहे उधर मत देखो പ്രവചനം ഭയങ്കരമാ, भविष्यवाणी बड़ा है ശുശ്രൂഷ ഭയങ്കരമാ. सेवकाई बड़ा है ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ. ध्यान देना പക്ഷെ നഗ്നത വെളിപ്പെട്ടോണ്ടിരിക്കുക, लेकिन क्या है नंगापन പാപം प्रकट हो रहे हैं। വെളിപ്പെട്ടോണ്ടിരിക്കുക. पाप जो है प्रकट होता जा ആളുകൾ रहा है പറഞ്ഞു, അയ്യോ ഈ പാസ്റ്ററല്ലേ കഴിഞ്ഞ ആഴ്ച ഇന്നത് ചെയ്തത്. कि ये पासवान ने पिछले हफ्ते ये किया വേദപുസ്തകം പറയുന്നു वचन कहता है ചിലരുടെ പാപം വിസ്താരത്തിലേ വെളിപ്പെടുത്തുള്ളൂ. വിസ്താരം ജഡ്ജ്മെന്റ് ടൈമില്. कि कुछ लोगों का जो पाप है वो जजमेंट टाइम में प्रकट होगा സ്വർഗത്തിൽ ചെന്നേക്ക് ബുക്ക് കൊണ്ടുവരാൻ കർത്താവ് പറയും. അപ്പൊ ബുക്കിനകത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അന്നേരം വെളിപ്പെടും. जब स्वर्ग में लेके जाएगा तो बुक लेके आने में उस समय से ചിലരുടെ प्रकट പാപം होगा വിസ്താരത്തിന് മുമ്പേ ഈ ഭൂമിയിലെ വെളിപ്പെടും. कुछ लोगों का जो पाप है इस दुनिया में प्रकट होगा അങ്ങനെ വെളിപ്പെടുന്നതാ. वैसे जो प्रकट होता ചില है ഫോൺ സന്ദേശം ലീക്ക് ഔട്ട് ആകുന്നത്. ഹല്ലേലൂയ. ചില ഫോൺ സന്ദേശം ലീക്ക് ഔട്ട് ആകുന്നത്. तो क्या कुछ फोन से कुछ संदेश लीक आउट അങ്ങനെ होता है വെളിപ്പെടുന്നതാ. वैसे जो ചില प्रकट വീഡിയോ ലീക്ക് ഔട്ട് ആകുന്നത്. कुछ वीडियो लीक आउट होता है വിസ്താരത്തിന് മുമ്പേ സ്വർഗ്ഗം അതങ്ങ് വെളിപ്പെടുത്തി. कि जजमेंट से पहले स्वर्ग ने प्रकट किया ശുശ്രൂഷയുണ്ടോ? ഉണ്ട്. सेवकाई में है പക്ഷെ നഗ്നത വെളിപ്പെട്ടോണ്ടിരിക്കുക. लेकिन नंगापन प्रकट होता എന്താ जा रहा है കാരണം എന്നറിയാമോ? कारण क्या है ഓ पता है
ആത്മാവ് മാറിയിട്ട് മറ്റൊരു ആത്മാവ് ഓപ്പറേറ്റ് कि ചെയ്തുകൊണ്ടിരിക്കുന്നത്. आत्मा हट के दूसरे एक आत्मा कार्य कर रहा है. ആത്മാവിന് ഒരു പ്രത്യേകതയുണ്ട്. उस आत्मा के एक खासियत है. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള ആത്മാവാ. वो क्या कि एक तीर से दो निशाना. ഈ മുഴക്കളെല്ലാം കാണിക്കുമ്പോൾ ये चमत्कार सब जब ഈ दिखाता है, ജനത്തെ മുഴുവൻ വഞ്ചിക്കുകയാണ്. ये लोगों को सब धोखा दे रहे हैं. കൂട്ടത്തിൽ ഈ ആത്മാവ് ഒരു പരിപാടി ചെയ്യും. साथ में और एक काम करता है. ഇത്രയും പൊങ്ങി നിൽക്കുന്ന പാസ്റ്റർ മഹാമോശമാണെന്ന് നാട്ടുകാരുടെ മുമ്പിൽ അവൻ തന്നെ വെളിപ്പെടുത്തും. और ये जो इतना जो उठ के जो खड़ा पासवान सबसे बेकार करेगा, वो खुद प्रकट എന്തിനാ करेंगे. അങ്ങനെ വെളിപ്പെടുത്തുന്നതെന്ന് क्यों അറിയാമോ? ऐसे करेंगे? നാട്ടുകാരെല്ലാം പറയണ്ട പെന്തക്കോസ്റ്റിലെ പാസ്റ്റർമാരല്ല ഇങ്ങനാന്ന് പറഞ്ഞ് ഈ വിശ്വാസത്തെ തന്നെ തകർക്കാൻ വേണ്ടി പറയും. क्योंकि लोग दुनिया वाले एक है कि मतलब पेंटिकोस का पासवान इस प्रकार है बोल के विश्वास को नाश करने के लिए. ലോകത്ത് അന്ത്യകാലത്ത് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. आत्मिक मंडल में अंतिम काल में जो हो रहे हमें समझना है. Deception at its peak. Hallelujah. कि जो धोखा है वो सबसे ऊपर है. സഭയ്ക്കകത്ത് ഇത്രയും മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നു. कलीसिया के अंदर इतना मिलावट आ चुका है പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. कि पवित्र आत्मा दुख में है. Holy Spirit is grieving. कि पवित्र आत्मा दुख में है. ഐശയ്യാ 63 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ऐसा 63 में इस प्रकार लिखा है. പ്രവാചകൻ ചോദിക്കുകയാണ്, भविष्यवक्ता पूछ रहा है, മോശയുടെ കാലത്ത് मूसा के समय में, നിന്റെ ഇടയന്മാരുടെ കാലത്ത് तेरे दासों के सामने में, ഓ ഞങ്ങളെ നടത്തിയ കർത്താവേ നീ എവിടെയാ? हमें चलाए हुआ परमेश्वर तू कहाँ पे है? അന്ന് നീ ചെങ്കടൽ വിഭാഗിച്ചവനല്ലേ? उस दिन तू लाल समुद्र को दो भाग അന്ന് നീ किया है. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവനല്ലേ? उस समय तू चिन्ह और चमत्कार किया है. അന്ന് നീ ഞങ്ങളെ നടത്തിയവനല്ലേ? उस दिन तू हमें चलाया है. അന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് റെസ്റ്റ് നൽകിയതല്ലേ? तभी पवित्र आत्मा में रेस्ट दिया ആ था. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എവിടെ? वो पवित्र आत्मा का कार्य ഇന്ന് किधर है? ചുറ്റും കാണുന്ന ഡ്യൂപ്ലിക്കേറ്റ് അല്ലാതെ आज जो चारों बाजू में जो देख रहे डुप्लीकेट है, കർത്താവേ ഒറിജിനൽ എവിടെ? परमेश्वर ओरिजिनल किधर है? നിങ്ങൾക്കെല്ലാം ചിലർ ചോദിക്കാൻ പറ്റുമോ? क्या आज कुछ लोग पूछेंगे, കർത്താവേ എനിക്ക് ഒറിജിനൽ ഒന്ന് അനുഭവിക്കണം. परमेश्वर मुझे ओरिजिनल अनुभव करना എനിക്ക് है, ഒറിജിനൽ ദൈവകൃപ അനുഭവിക്കണം. मुझे ओरिजिनल परमेश्वर ഒറിജിനൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കണം. ओरिजिनल पवित्र आत्मा का सानिध्य ഒറിജിനൽ अनुभव करना है, കൃപാവരങ്ങളുടെ ഫലം എനിക്ക് അനുഭവിക്കണം. ओरिजिनल अनुग्रह को पाना है, ഓ പാപബോധം തരുന്ന पाप के बारे में बता के देने വിശുദ്ധിയിലേക്ക് वाला, ജനത്തെ നയിക്കുന്ന पवित्रता में लोगों को चलाने वाला, റിയൽ റിവൈവൽ എനിക്ക് അനുഭവിക്കണം. जो हकीकत का रिवाइवल है मुझे अनुभव करना है. How many of you will pray in that way? कितने लोग इस प्रकार I want प्रार्थना to करेंगे? experience that real revival. मुझे वो हकीकत का जागृति You का know, in अनुभव the करना है. history of revival, रिवाइवल का इतिहास में wherever revival took place, जहाँ भी रिवाइवल आया അവിടെ है, എല്ലാം സംഭവിച്ചെന്താണെന്നറിയാമോ? वहाँ सब क्या हुआ पता है? ഭയങ്കര പാപബോധമായിരുന്നു. सबको अपने पाप को प्रकट होने लगा. അല്ല ഇന്നത്തെ കാലത്തുള്ള റിവൈവൽ അല്ല. आज को जो देखते हैं वो रिवाइवल नहीं है. ഡ്യൂപ്ലിക്കേറ്റാ. आज का जो है डुप्लीकेट है, നോട്ടീസിൽ അടിച്ച റിവൈവലാ. वो नोटिस में डाला रिवाइवल ദൈവം है. ഇറങ്ങിയ റിവൈവൽ അല്ല. परमेश्वर ने उतरा हुआ नहीं है. പരിശുദ്ധാത്മാ പറയും, पवित्र आत्मा कहेंगे, ഞാൻ അതിന്റെ എന്താ പറഞ്ഞേ, ഹല്ലേലൂയ എന്നാ ഹല്ലേലൂയ എന്താ പിതൃത്വം ഞാൻ ഏറ്റെടുക്കത്തില്ലെന്ന് പറയും. पवित्र आत्मा बोलेगा मैं उसका पितृत्व को नहीं लेगा, എന്റേതല്ലത്, वो मेरा ഞാൻ नहीं അവിടെ है, ഇല്ല. मैं वहाँ नहीं ഞാൻ है. അവിടെ ഉണ്ടെങ്കിൽ मैं वहाँ होता ജനം तो, പാപത്തെ വെറുക്കും. अगर मैं ഹല്ലേലൂയ. वहाँ होता तो People लोग will पाप run away को- from sin. लोग पाप को नफरत करके पाप से बाहर आता था. ബാക്കി കാണുന്നതെല്ലാം എന്താണെന്നറിയാമോ? बाकी सब देखते क्या है? ഡ്യൂപ്ലിക്കേറ്റാ ഡ്യൂപ്ലിക്കേറ്റാ ഡ്യൂപ്ലിക്കേറ്റാ. डुप्लीकेट है, डुप्लीकेट ഞാൻ അവിടെ है, ഇല്ല. मैं वहाँ नहीं हूँ. ഉണർവിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് हम जागृति में इतिहास में क्या देखते हैं? ജോൺ വെസ്ലിയുടെ ഒക്കെ കാലത്തെ ഉണർവ്. ജോൺ വെസ്ലി जॉन वेस्ली के जमाने का जो जागृति है, ഭയങ്കര പാപബോധമാ. वो बहुत पाप को प्रकट ജോൺ होता था. വെസ്ലി ജസ്റ്റ് ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്തതേ ഉള്ളൂ. कि जॉन वेस्ली ने एक फैक्ट्री को विजिट किया, അദ്ദേഹം ഫാക്ടറി വന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോയി. वो फैक्ट्री में के प्रार्थना करके गया ദൈവത്തിന്റെ ആത്മാവിന്റെ പാപബോധം ഫാക്ടറിയിൽ ഇറങ്ങി വന്നു. कि वो पाप के बारे में जो वो सबको उस फैक्ट्री में उतर के आया. അടുത്ത ദിവസം दूसरा दिन ഫാക്ടറിയുടെ ക്യാമ്പസിൽ ഗ്രൗണ്ടിൽ फैक्ट्री के जो ग्राउंड में ഒരു സ്ഥലത്ത് ഇങ്ങനെ സാധനങ്ങൾ വന്ന് കുമിഞ്ഞു കൂടുക. कि बहुत सारे चीज आके वहाँ इकट्ठा हो रहे हैं. എന്തോ സംഭവം അറിയോ? क्या ഈ है? ഫാക്ടറിയിൽ നിന്ന് പണ്ട് മുതലേ ആളുകൾ മോട്ടിച്ചോണ്ട് പോയ ഓരോ ടൂള് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് പോവാ. फैक्ट्री से जो लोगों ने चोरी करके जो लेके गए वो सब सामान लाके यहाँ डाल रहे हैं. മോട്ടിച്ചോണ്ട് പോയതെല്ലാം തിരിച്ചു കൊണ്ടുവന്ന ഗ്രൗണ്ടിൽ കൊണ്ടിടുകയാ. जो भी चोरी करके लेके गए थे सब वहाँ लेके आके डाल रहे हैं. കാരണം ആളുകൾക്ക് പാപബോധം ഉണ്ടാകുക. क्योंकि लोगों को पाप के बारे में जानकारी हुआ. ജോനാഥൻ എഡ്വേർഡിന്റെ കാലത്തുണ്ടായിരുന്ന ഗ്രേറ്റ് അവേക്കനിങ് എന്ന് പറയുന്ന റിവൈവൽ. ഹല്ലേലൂയ. ജോനാഥൻ എഡ്വേർഡ് जोनाथन एडवेन के समय में जो हुआ था बहुत बड़ा एक जागृति था. ഗ്രേറ്റ് അവേക്കനിങ് എന്നാ കേട്ടിരുന്നത്. उसको बोलते एक ആ കാലത്ത് അമേരിക്കയുടെ പല പട്ടണങ്ങളിലും उस जमाने अमेरिका के बहुत सारे शहरों में ക്രൈം റേറ്റ് 20% ആയി കുറഞ്ഞു. ഹല്ലേലൂയ. कि क्राइम का जो रेट है 20% कम हुआ. സിറ്റിയിലെ ക്രൈം റേറ്റ് കുറയുക. कि सिटी का जो क्राइम रेट है कम हुआ. പോലീസിന് പണിയില്ലെന്ന്. पुलिस को काम नहीं, ക്രൈം ഇല്ല.
क्राइम नहीं है। ഉത്തരേന്ത്യയിൽ ഒരു ഗ്രാമത്തിൽ നടന്ന ഉണർവിനെ കുറിച്ച് എനിക്കറിയാം. ഉത്തരേന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ, नॉर्थ इंडिया में एक जो गांव में हुआ जागृति के बारे में जानता हूँ। ഗ്രാമത്തിൽ ഒരു വലിയ ക്രൂസൈഡ് നടക്കുമ്പോൾ वहाँ एक क्रूसेड जब चल रहा था, ആദ്യത്തെ 2 ദിവസവും पहला 2 दिन ആ ക്രൂസൈഡിന് ആരും വന്നില്ല. उसमें कोई नहीं आया। രണ്ടാമത്തെ ദിവസം രാത്രി दूसरा दिन रात को സൂക്ഷിക്കാൻ ചെന്ന ദൈവദാസന് ഒരു വലിയ സ്പിരിച്വൽ വാർഫെയറിന്റെ അനുഭവം ഉണ്ടായി. कि दूसरा दिन जो गया था सेवक करने के लिए, सेवक को बहुत बड़ा स्पिरिचुअल वारफेयर हुआ। അദ്ദേഹത്തിന് താമസിക്കുന്ന ഹോട്ടലിന്റെ റൂമിൽ വാതിലിൽ, ഹല്ലേലൂയ, वो जो होटल में रहा था उस होटल के दरवाजे पे ആരോ വന്ന് മുട്ടി. रात को कोई आके डर कर गया। അദ്ദേഹം ഒന്ന് ഞെട്ടി, ആരാ രാത്രി വന്ന് മുട്ടുന്നു? और डर गया, कौन है? അദ്ദേഹം അകത്തുനിന്ന് വെച്ച് ആരാന്ന് ചോദിച്ചു. पूछा कौन है? അപ്പൊ പുറത്തുനിന്നൊരു ശബ്ദം, बाहर से एक ഞാൻ ഈ आवाज, ദേശത്തിന്റെ ശക്തിയാ, मैं इस देश की शक्ति है, എനിക്കെതിരെ പ്രസംഗിക്കരുത്. मेरे विरुद्ध प्रचार मत करना। നീ എനിക്കെതിരെ പ്രസംഗിക്കരുത്. तू मेरे विरुद्ध प्रचार मत करना। പ്രസംഗിച്ചോ എനിക്കൊരു കുഴപ്പമില്ല. तू चंगाई प्रचार का मुझे कोई दिक्कत नहीं। നീ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ പ്രസംഗിച്ചോ എനിക്കൊരു കുഴപ്പമില്ല. तू फाइनेंस के बारे में प्रचार का मुझे कोई But दिक्कत do नहीं। not preach against me. लेकिन मेरे विरुद्ध में मत प्रचार നീ करना। എനിക്കെതിരെ പ്രസംഗിക്കരുത്. तू मेरे विरुद्ध में നീ प्रचार मत करना। gospel പ്രസംഗിക്കരുത്. तू सुख നീ समाचार യേശു का प्रचार मत करना। രക്ഷിക്കുമെന്ന് പ്രസംഗിക്കരുത്. तू यीशु छुड़ाएगा प्रचार मत करना। നമുക്കൊരു കോംപ്രമൈസിൽ അങ്ങ് പോകാം. हम एक समझौता में जाता है। number of pastors are in hand ഒരു കോംപ്രമൈസിൽ പോവാ സാത്താനുമായിട്ട്. बहुत सारे पासवान जो है कि एक कॉम्प्रोमाइज में जा रहा है। സാത്താനോട് സാത്താൻ, ഞാൻ നിന്റെ കിങ്ഡത്തിന് ദോഷമുള്ളത് ഒന്നും പറയത്തില്ല കേട്ടോ. सातान को बोलते मैं तेरे राज के दोष में कुछ भी I नहीं will कहेंगे। preach only financial breakthrough. मैं फाइनेंस के बारे में I will कहेंगे। preach only healing. मैं चंगाई के बारे में സാത്താൻ बोलेंगे। ഹീലിംഗ് കൊടുത്തോണ്ടിരിക്കും. सातान चंगाई देते रहेंगे। ഒരു അഡ്ജസ്റ്റ്മെന്റ് ശുശ്രൂഷയാ. एक एडजस्टमेंट की सेवकाई है। When you start to preach against sin, hallelujah, जब तुम पाप के विरुद्ध में प्रचार करोगे, when you start to preach about salvation, जब तुम उद्धार के बारे में प्रचार when you करोगे, start to say something against the demonic kingdom, जब तुम शैतान के राज के विरुद्ध में जब कहोगे, അവിടെ റിയൽ ഫൈറ്റ് ഉണ്ടാകുന്നത്. वहाँ हकीकत में मुठभेड़ होता है। എല്ലാവരും കേൾക്കുന്നുണ്ട് ദൈവമക്കളെ. सब लोग सुन रहे हैं യഥാർത്ഥമായി സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക് ഇന്നും പോരാട്ടമുണ്ട്. कि हकीकत में जो सुख समाचार बांटने वाले परमेश्वर के दासों को आज भी मुठभेड़ है। പല വിധത്തിൽ ശത്രു അവരെ തകർക്കാൻ ശ്രമിക്കും. बहुत सारे तरीके से शत्रु ने नाश करने को देखते हैं। രാത്രിയ ദൈവദാസൻ उस दिन रात को परमेश्वर के दास അദ്ദേഹത്തിന്റെ ഭാര്യ കൂടാണ് അവിടെ താമസിക്കുന്നത്. उनकी पत्नी के साथ रहता ഭാര്യ था। വിളിച്ചോണ്ട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. उनकी पत्नी को बोला कि प्रार्थना അന്ന് करते हैं। രാത്രി उस दिन रात को അവർ ആത്മാവിൽ ആ ദേശത്തിന്റെ ശക്തിയെ ബൈൻഡ് ചെയ്തു. उन्होंने आत्मा में उस देश की शक्ति को പിറ്റേ बांधा। ദിവസം മിറക്കിൾ സംഭവിച്ചു. दूसरे दिन चमत्कार हुआ പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം ക്രൂസൈഡിന്റെ ഗ്രൗണ്ട് നടഞ്ഞ ആള്. कि तीसरा दिन क्रूसेड में ग्राउंड में पूरे लोग भर അതിന്റെ गए। കൂട്ടത്തിൽ ഒരു മിറക്കിൾ സംഭവിച്ചു. उसके साथ एक चमत्कार അറിയാമോ? हुआ। वो क्या ആ है? നാട് മുഴുവൻ മദ്യപാനികളുടെ നാടായിരുന്നു. उस गांव पूरा शराबियों से भरा था। ഭാര്യയും ഭർത്താവോട് ഒന്നിച്ച് പണി കഴിഞ്ഞാൽ നേരെ പോയി കള്ള് ഷാപ്പിൽ പോയി കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നു കൊടുക്കുക. അതാ ഈ ക്രൂസൈഡിന് ആള് വരാഞ്ഞത്. कि पति पत्नी दोनों साथ में जाके दारू पी के आते थे। എല്ലാരും വെള്ളം അടിച്ച് വീട്ടിൽ പോയി കിടന്നു കൊടുക്കണം. क्रूसेड में इसके लोग रहते दारू पी के घर पे जाते हैं, मारा मारी करते थे। ഹല്ലേലൂയ. ഞങ്ങളുടെ ഒറീസയിലെ മീറ്റിങ്ങിന് पासवान जहाँ ओडिशा में वहाँ मीटिंग में ഒരു പാർട്ടി വെള്ളം അടിച്ച് മീറ്റിങ്ങിന് കയറി വന്നു. एक व्यक्ति पूरा शराब पी के मीटिंग में आया। ദൈവത്തിന്റെ കൃപയിൽ ഈ വെള്ളമടിക്കാരെ ഹാൻഡിൽ ചെയ്യാൻ ദൈവം എനിക്കൊരു പ്രത്യേക കൃപ തന്നിട്ടുണ്ട്. कि परमेश्वर के पास से पासवान के अभिषेक दिया है कि कैसे उनको ഞാൻ संभालना है। ഇങ്ങ് വരാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. बोले तू इधर आ, मैं तेरे लिए प्रार्थना करता हूँ। ആ വെള്ളം അടിച്ച് ഡാൻസ് ചെയ്ത് സ്റ്റേജിന്റെ അടുക്കൽ ഇങ്ങ് വന്നു. वो नाचते हुए स्टेज में आया। ഞാൻ പ്രാർത്ഥിച്ചങ്ങ് വിട്ടു. मैंने ഈ प्रार्थना മദ്യം करके छोड़ा। ഇറങ്ങട്ടെ, അതിന്റെ നശ പൊട്ടട്ടെന്ന് പറഞ്ഞു. बोले कि जो नशा है वो टूट जाए। കുറച്ച് കഴിഞ്ഞപ്പോ ഒരു വലിയ ബഹളം കേൾക്കുന്നു. कुछ समय के बाद बहुत बड़ा आवाज आ रहा है। ഹല്ലേലൂയ. നോക്കിയപ്പോ വഴി പോയി ഒരു സ്ട്രീറ്റ് ഡോഗിനെ പിടിച്ചെടുത്തോണ്ടിക്ക് വരുവാ. कुछ देर के बाद देख रहे हैं कि रास्ते से कुत्ता पकड़ के आया ഒരു വഴി പോയ പാട്ടി കയ്യോ കയ്യോ എന്ന് പറഞ്ഞ് ബഹളമാ. ഹല്ലേലൂയ. और कुत्ता वहां क्या भोगते बैठ रहा है പട്ടിയുടെ രണ്ട് കാലും പൊക്കി പിടിച്ചോണ്ട് സ്റ്റേജിൽ വരിക. कि कुत्ते का दोनों पैर पकड़ के स्टेज में आया। എന്നിട്ട് എന്നോട് പറഞ്ഞു, പട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. बोले कुत्ते के लिए प्रार्थना कर। വിശേഷത്തിന്റെ വേലയിൽ എന്തൊക്കെ അനുഭവം നമുക്ക് വരുന്നെന്ന് അറിയാമോ? सेवक में क्या क्या अनुभव आता है, അപ്പൊ നമ്മൾ പേടിക്കരുത്. तभी हमें डरना नहीं है, അയ്യോ നമ്മൾ അതൊക്കെ കൈകാര്യം ചെയ്യണം. അല്ല എന്ത് हमें ചെയ്യണം? उसको संभालना है। ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു പട്ടിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞു. बोले कि कुत्ते के लिए तेरे लिए प्रार्थना करता हूँ। ഹല്ലേലൂയ. കേരളത്തിലൊരു മീറ്റിങ്ങിന് केरला में एक मीटिंग में ഹല്ലേലൂയ ഒരു കള്ളുകുടിയ സ്റ്റേജിൽ കയറി വന്നു. एक शराबी स्टेज में കൈ आया। വെപ്പിക്കൊണ്ട് വെച്ച് പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. हाथ जोड़ के बोले, पापा मेरे लिए प्रार्थना करना। പാസ്റ്റർ ഒരു ഇരുത്തം വന്ന ദൈവദാസനാ, ഒരു ഭയങ്കര മെച്ചൂർ ദൈവദാസനാ. कि उस कलीसिया के जो पासवान है एकदम पक्का परमेश्वर का दास था। എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, उसने उठ के आके कहा, യേശുവിനകത്ത് മുട്ടുമടക്കട അവിടെ നിന്ന് പറഞ്ഞു. बोले यीशु के नाम से घुटना टेक। അവൻ മുട്ടുമടക്കി. उसने घुटना കൈ टेका। ഊപ്പിയപ്പോൾ ചെവിയെ പിടിക്കടാന്ന് പറഞ്ഞു. बोले कि हाथ जोड़ मत, कान अयो पकड़। परमेश्वर का दासों का जो अथॉरिटी क्या है? कि देवदास समान अधिकार में दुआ।
അപ്പൊ ആ ദേശത്ത് उस देश में അന്നൊരു മിറക്കിൾ ഉണ്ടായി. उस दिन एक चमत्कार എന്താ हुआ। മിറക്കിൾ എന്നറിയാമോ? क्या था चमत्कार? അന്ന് ആ ദേശത്തെ ഒറ്റ കള്ള് ഷാപ്പിൽ കച്ചവടം നടന്നില്ല. कि उस दिन उस देश का कोई भी शराब खाने में ഒറ്റ പ്രാർത്ഥന രാത്രിയിൽ एक प्रार्थना में ദൈവത്തിന്റെ മാൻറ്റിൽ ദേശത്ത് ഇറങ്ങിയപ്പോൾ कि जब परमेश्वर का हाथ देखा പാപത്തിന്റെ കെട്ടുപൊത്തി. कि पाप का जो That kind of experience is called a revival. उस प्रकार के जो बोलते हैं If रिवाइवल, people are not running against sin, अगर लोग पाप के विरुद्ध में कहता है no real kind of revival is happening there. कि वहां कोई हकीकत में रिवाइवल नहीं होता है। നിങ്ങൾ എങ്ങനെ ചെയ്യുന്നുണ്ടോ? क्या आप मानते हो? നിങ്ങൾ എങ്ങനെ ചെയ്യുന്നുണ്ടോ? क्या आप उसको मानते हो? ദൈവമക്കളെ, നമുക്ക് വേണ്ടത് റിയൽ ആണ്. हमें जो चाहिए रियल We do है। not want to grieve Holy Spirit. हमें पवित्र आत्मा को दुख नहीं In करना है। 21st century, 21वीं शताब्दी we में are living in the last period of the church history. हम कलीसिया के अंतिम समय में जी रहा We है। do not want to grieve Holy हमें Spirit. पवित्र आत्मा को दुख नहीं देना We है। want to move with Holy Spirit. हमें पवित्र आत्मा के Are साथ you ready चलना to है। walk with Holy Spirit? आप क्या उसके तैयार है? If you want to walk with Holy Spirit, अगर आपको पवित्र आत्मा के you साथ चलना cannot है, preach a gospel of compromise. आपको कॉम्प्रोमाइज का गॉस्पेल नहीं कह सकता है। No, you cannot. Hallelujah. आप नहीं, വേദപുസ്തകത്തിലുള്ളതേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. जो वचन में वही प्रचार करना है। എത്ര പേര് പറയും, കർത്താവ് എനിക്കത് മതി. कितने लोग बोले परमेश्वर वही मुझे बस, ലോകത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും भले दुनिया में कुछ भी ना मिले, എനിക്ക് നിന്നെ വേണം. मुझे तू चाहिए। യേശു എനിക്ക് നിന്നെ വേണം. यीशु मुझे तू चाहिए। ഹല്ലേലൂയ. ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും भले यहाँ कुछ नहीं मिला അപ്പൊ നിങ്ങൾ ഓർക്കും, കർത്താവ് ഇതെന്തൊരു കഷ്ടം പിടിച്ച ജീവിതമെന്ന് ഓർക്കും. तो आप बोले परमेश्वर कैसे कष्ट സത്യം भरा ഞാൻ है। നിങ്ങളോട് പറയാം. मैं आपको सच യേശു कहता हूँ, മതി എന്ന് പറഞ്ഞ് ജീവിച്ചവർക്ക് जो भी यीशु काफी है बोल के जिया, ലോകം വേണ്ട, दुनिया नहीं, ലോകത്തിന്റെ സുഖം വേണ്ട എന്ന് പറഞ്ഞ് दुनिया ജീവിച്ചവർക്ക് का सुख नहीं चाहिए बोला, ഈ ഭൂമിയിൽ ഹല്ലേലൂയ കർത്താവിന്റെ പ്രൊവിഷൻ, അത്ഭുത പ്രൊവിഷൻ അനുഭവിക്കുവാൻ ഇടയായിട്ടുണ്ട്. इस दुनिया में परमेश्वर का अद्भुत जो प्रबंध को वो अनुभव कर पाए। ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയ കർത്താവ് कि एलिया को जो कौवे से खिलाया അവനെ परमेश्वर, പോറ്റിയിട്ടുണ്ട്. उन्हें भी चलाएगा। അങ്ങനല്ലേ इसीलिए ഏലിയാവിന് എവിടുന്നായി കാക്കയ്ക്ക് ഭക്ഷണം കിട്ടിയത്? कि एलिया का जो कौवा कहाँ से भोजन मिला അറിയത്തില്ല കേട്ടോ. पता नहीं। പലരും പല അഭിപ്രായം പറയുന്നത്. बहुत सारे लोग अलग ചിലർ अलग, പറയുന്നത് ആഹാബിന്റെ കൊട്ടാരത്തിൽ തന്നെയാണെന്ന് പറയുന്നത്. कुछ लोग बोलते हैं आहाब के महल से। കാലത്ത് ആഹാബിന്റെ ഒരു അകമ്പടി നായകൻ ഉണ്ടായിരുന്നു, someone who was a manager of king. അവൻ പൊതിഞ്ഞു കെട്ടി കൊടുത്തു വിട്ടാന്ന് പറയുന്നു. कुछ लोग बोलते हैं आहाब का एक मैनेजर था, वो देता അവൻ था। 100 പ്രവാചകന്മാരെ ഗുഹയ്ക്കകത്ത് വെച്ച് തീറ്റുന്നുണ്ടായിരുന്നു. और അപ്പൊ ആ 100 100 गुफा में बैठा के खिलाता था। പ്രവാചകന്മാർക്ക് റൊട്ടി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഏലിയാവിന് വേണ്ടി പൊതി കെട്ടി കാക്കയുടെ കൈ കൊടുത്തു വിട്ടെന്നാ പറയുന്നത്. तो कहते हैं कि उनके जब खाना बनाता था, वो एलिया को भी उसने भेजा, അറിയത്തില്ല. पता नहीं। പക്ഷേ സരഫ്തയിലെ വിധവയുടെ വീട്ടിലേക്ക് ഏലിയാവിനെ ദൈവം അയച്ചപ്പോൾ लेकिन सराफा में जब विधवा के घर में जब एलिया को ദൈവം भेजा, ഏലിയാവിനോട് പറഞ്ഞു, परमेश्वर ने അവിടെ एलिया से ഞാനൊരു कहा, വിധവയെ ഒരുക്കിയിട്ടുണ്ട്, वहाँ एक विधवा को നിനക്ക് तैयार വേണ്ടി किया പ്രൊവൈഡ് ചെയ്യാൻ. तेरे लिए प्रबंध करने ഞാൻ के കഴിഞ്ഞ लिए। ദിവസമൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. मैं पिछले दिनों वो सब അപ്പൊ मेडिटेट कर ഏലിയാവ് रहा था। ചിന്തിച്ച് കാണും, एलिया ने सोचा होगा അയ്യോ ഈ വിധവയുടെ ഗോഡൗൺ നിറച്ചരിച്ചാക്കിയിരിക്കുക, कि इसके गोडाउन पूरा चावल से भरा हुआ है, ഒരു പണച്ചാക്കിനെ കൊണ്ട് തന്നു എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ. कि परमेश्वर बहुत बड़ा एक धनी दिया मुझे प्रोवाइड करने के लिए। അങ്ങനെയല്ല നമ്മളും ചിന്തിക്കത്തുള്ളൂ. वैसे हम भी सोचेंगे, ഇഷ്ടംപോലെ ആട്ടയും എണ്ണയൊക്കെ ഉള്ള ഒരു വീട്ടിലോട്ടാ ദൈവം എന്നെ വിടുന്നത്. बहुत ज्यादा आटा और तेल वाले घर में परमेश्वर मुझे छोड़ रहे കർത്താവ് हैं। എന്ത് പറഞ്ഞു? ഞാൻ അവിടെ ഒരുക്കിയിട്ടുണ്ട്. परमेश्वर कहा, मैं वहाँ प्रबंध किया എന്താ है। ഒരുക്കിയിട്ടുണ്ട്? क्या प्रबंध ഒരു किया? അടയ്ക്കുള്ള മാവ്, ഒരു സ്പൂൺ എണ്ണ ഒരുക്കിയിട്ടാ കർത്താവ് ഇത് പറയുന്നത്. एक रोटी का जो आटा है और एक चम्मच तेल। ഏലിയാവ് ചെല്ലുക. एलिया जा रहा है। ഏലിയാവ് പറഞ്ഞു, एलिया ने ഒരു कहा, അട എനിക്ക് ആദ്യം ഉണ്ടാക്കിത്താ, बोले पहला एक रोटी मुझे बना, കഴിച്ചു. बाकी तू का। വിധവ പറഞ്ഞു, ബാക്കിയില്ല. विधवा ने दूसरा बाकी नहीं എന്താ है। പറയുന്നത്? तू क्या कह रहे? ഏലിയാ പറയുന്നത്, एलिया कहता है ഒരുക്കിയിട്ടുണ്ട് കർത്താവ്. परमेश्वर ने പറഞ്ഞ प्रबंध किया। കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് जो बनाया ഒരുക്കിയിട്ടുണ്ട്. कहा वो परमेश्वर ने प्रबंध किया है। എവിടെ ഒരുക്കിയേക്കുന്നത്? कहाँ प्रबंध किया? വിധവയുടെ ഭരണിയിലല്ല, विधवा का जो भंडार में नहीं, കലശത്തിലല്ല, उसके भंडार में नहीं, സ്വർഗ ഭണ്ഡാരത്തിലുണ്ട്. स्वर्ग भंडार में है। സ്വർഗ ഭണ്ഡാരത്തിലുണ്ട്. स्वर्ग के भंडार में है। ഒരിക്കലും നിന്നു പോകാത്തത് നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുമെന്ന്. कि जो कभी नहीं रुकने वाला परमेश्वर तेरे लिए खोलेगा। ആരെങ്കിലും സാമ്പത്തിക ക്ലേശത്തോടുണ്ടെങ്കിൽ अगर आज कोई भी धन के അതിൽ संकट നിന്ന് में, വെളി വരാനുള്ള ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. उसमें से बाहर आने के मार्ग നിങ്ങൾ मैं आपसे कहता പണത്തിന്റെ हूं। പുറകെ ഓടിയാൽ പണം നിങ്ങളിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കും. आप धन के पीछे भागो तो धन നിങ്ങൾക്ക് आपसे ഒരിക്കലും भागेंगे। അതിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. आप कभी उसको पकड़ के रोक नहीं പക്ഷെ നിങ്ങൾ सकते। പണത്തോടുള്ള കൊതി വിട്. आप धन के ऊपर जो इच्छा छोड़ दे। എന്റെ മമ്മി ഇവിടെ സാക്ഷിയാണ്. मेरी पासवान की माँ यहाँ गवाही है ഞാൻ ഒരിക്കൽ നാട്ടിലെ വസ്തുവിന്റെ കാര്യം പറഞ്ഞപ്പോ മമ്മിയോട് മണ്ണാങ്കട്ട പോട്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. कि पासवान की माँ ने बोला उसको छोड़ तू। അപ്പൊ മമ്മി പറഞ്ഞ മണ്ണാങ്കട്ടയാന്ന്. ഹല്ലേലൂയ. ആ മണ്ണാങ്കട്ടയാ. സത്യം പറയാമല്ലോ ദൈവമക്കളെ, मैं आपको सच എന്റെ कहता हूँ, ജീവിതാനുഭവം പറയുക. मेरे जीवन എനിക്ക് में പണം വേണ്ട വേണ്ട വേണ്ട,
ഹല്ലേലൂയ. मुझे धन नहीं चाहिए, नहीं എന്ന് चाहिए. പറയും തോറും जितना मैं कहता हूँ അറിയാത്ത മാർഗത്തിൽ ഞാൻ കർത്താവിന്റെ പ്രൊവിഷൻ കണ്ടിട്ടുണ്ട്. कि मैं बिना देखा मार्ग में परमेश्वर प्रबंध को देखा ഇന്നുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. आज तक कोई संकट नहीं ഇത് आया. ഞാൻ പഠിച്ച സ്പിരിച്വൽ പ്രിൻസിപ്പിളാ. ये जो मैंने पढ़ा हुआ आत्मिक മുന്നമേ principle, അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. सबसे पहले उसके धार्मिकता को खोजो, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. उसके साथ ये सब तुझे मिलेगा. എന്ന് പറഞ്ഞാൽ इसका अर्थ है നിങ്ങൾ നോക്കിക്കേ, യേശു ഇങ്ങനെ മുന്നിൽ പോകുക, यीशु से आगे जा ഞാൻ रहा है, യേശുവിന്റെ പുറകെ പോകുക. मैं यीशु के पीछे जा रहा है, ഹല്ലേലൂയ, ഞാൻ യേശുവിന്റെ പുറകെ പോകുക. मैं यीशु के पीछे जा रहा है. आयशी मामने आयशी इधर आ जाओ. अरे बाद में खेलेगा ना, हम कलीसिया के बीच में अंकल आ जाओ ना इधर मंच में, ना तो दूसरे को मैं मौका दे देगा. बर्थडे बॉय आ जाइए, अपना खुश आ जाइए. देखो बर्थडे पे तालियां बजा कर कच्चा हैप्पी बर्थडे कुछ कम टू द स्टेज. सो यू गॉट एन अपॉर्चुनिटी. आपको एक अपॉर्चुनिटी मिला बर्थडे का दिन में स्टेज में आने के लिए. Amen. Hallelujah. पास्टर अंकल का पीछे आ जाओ, पास्टर अंकल का पीछे आ जाओ रंजन ब्रदर इधर. देखो यीशु आगे जा रहे, यीशु आगे जा रहा किसको है, पीछे कर रहे? मैं किसको पीछे कर रहा है? हालेलुया. खुश मेरे पीछे पीछे आ जाओ. खुश. हालेलुया. मेरा पीछे कौन आ रहे? पासवान के पीछे कौन जा रहा है? खुशियां हमारे, खुशी आ रहा है. आनंद आ रहे, आमेन. धन आ रहे. धन आ रहा है. लेकिन मेरा गलती क्या है मालूम है? പക്ഷേ നമ്മുടെ തെറ്റെന്തുവാ? मैंने यीशु को पीछे छोड़ दिया. ഞാൻ യേശുവിനെ यीशु വിട്ടു, उस तरफ जा रहे, യേശു അങ്ങോട്ട് मैं പോവാ. धन के ऊपर नजर रखा है, ഞാൻ ധനത്തിന് പുറകെ मैं പോവാ, खुशियां के ऊपर नजर ഞാൻ रखा है. സന്തോഷത്തിന് പുറകെ यीशु പോവാ. अभी कहा मैं, യേശു ഇപ്പൊ എവിടാ? मेरा पीछे बन गया. എന്റെ പുറകിലായി. See, this is your mistake. ये है तुम्हारा गलती. आप धन से नजर हटाओ, നിങ്ങൾ ധനത്തിന് आप खुशियों से മാറ്റും, नजर हटाओ, നീ സന്തോഷത്തിന് आप यीशु മാറ്റും, पर नजर रखो. നീ യേശുവിലേക്ക് अरे നോക്കാമേ. धन पीछे आके बोलेगा मैं भी साथ में आऊं, कि धन പറഞ്ഞു ഞാനും मैं കൂടെ है ना വരാം. पीछे. ഞാൻ नजर കൂടെ मत ഉണ്ട്. लगाओ उनके ऊपर, അതിന്റെ മേളിൽ നീ കണ്ണു अपने വെക്കണ്ട. आप आपका भंडार बढ़ जाएगा. कि തന്നെ താൻ അതിന്റെ ഭണ്ഡാരം This is നിറയും. the kingdom secret. ഇത് ദൈവരാജ്യത്തിന്റെ രഹസ്യമാ. प्रथम स्थान किसको देना है? ആദ്യത്തെ സ്ഥാനം ആർക്ക് കൊടുക്കണം? परमेश्वर का राज्य और उसका धार्मिकता. कि ദൈവരാജ്യം അവന്റെ നീതിയും. Seek ye first the kingdom of God and his righteousness. क्या बोल रहे? Seek ye first the Kingdom of Seek God. ye first the kingdom of God. पहले परमेश्वर का राज्य और उसका धार्मिकता का खोजी बनो. चलो बेटा, थैंक यू. अपने आप बाकी सब कुछ आपका पीछे आएगा. തന്നെത്താനെ ബാക്കിയുള്ള എല്ലാം വരും. अपना गलती, നമ്മുടെ തെറ്റ്, हम 24 घंटा बैठ के बोल रहे प्रभु मुझे मदद करो, मुझे धन चाहिए, मुझे आशीष चाहिए. बंद करो, आप बोलो प्रभु मुझे आप चाहिए, मुझे धन नहीं चाहिए. आमीन, हाँ, आमीन, बोल के जरा हालेलुया. शुरू कर दो ना. You are going to see miracles in your life. Hallelujah. നമ്മുടെ തെറ്റ് എന്തുവാ? നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് ധനം വേണം, നീ എന്നെ സഹായിക്കുക. അതാണ് നമ്മുടെ തെറ്റ്. അത് നിർത്തി നമ്മൾ പറയാം കർത്താവ് എനിക്ക് നീ മതി എന്ന്. I always used to say this thing. मैं हमेशा इस प्रकार कहता हूँ, നമുക്ക് അറിയണം എങ്ങനെ ചോദിക്കേണ്ടത്. हमें जानना है कैसे मांगना है. Hallelujah. നമ്മളൊന്നും ചോദിക്കാതെ കിട്ടും. हम बिना मांगे मिलेगा. നമുക്ക് ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല. हमें मांगने का जरूरत नहीं पड़ेगा. ചോദിക്കാതെ കിട്ടും. बिना मांगे मिलेगा. എപ്പോഴാണെന്നറിയാമോ? कभी നമ്മളും യേശുവും തമ്മിലുള്ള ബന്ധം ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ, अगर हम और परमेश्वर का जो रिश्ता बहुत मजबूत है तो എന്തിനാണ് വന്നത്? क्यों आया? ഒന്നുമില്ല, അപ്പനെ ഒന്ന് കാണാൻ വന്നതാ. बस ऐसे आया आपसे मिलने के लिए. എനിക്കറിയാം നിനക്കൊരു സങ്കടം ഉണ്ടെന്ന്. मुझे पता है तुझे एक संकट है. പീറ്ററേ, आमीन. എന്തിനാ നീ വന്നത്? पत्रोस तू क्यों आया? പീറ്ററേ, കർത്താവ് നീ ടാക്സ് അടച്ചില്ല. कि पत्रोस बोले तू टैक्स नहीं ഞാൻ भरा है. നിന്റെ രാജ്യത്തിന്റെ കാര്യം പറയാനാ വന്നത്. मैं तेरे राज्य के बारे में बोल रहा है കർത്താവ് പറയും, മോനെ നിന്റെ അകത്ത് നീ പാത്ത് വെച്ചൊരു വേദനയുണ്ട്, നിന്റെ ടാക്സ് നീ അടച്ചിട്ടില്ല. कि तूने तेरे अंदर रखा हुआ एक दर्द है, तूने तेरा भी टैक्स नहीं भरा. ഉന്നമേ നീ ദൈവരാജ്യത്തിന് വേണ്ടി പറ. तू पहले परमेश्वर के നീ राज्य के യേശുവിന് बारे में വേണ്ടി कह. പറ. तू यीशु के बारे में യേശുവിന്റെ कह. രാജ്യത്തിന് വേണ്ടി നിൽക്ക്. यीशु के राज के लिए रो. നിന്റെ അകത്തെ വേദന, तेरे अंदर നീ का जो दर्द ഒളിപ്പിച്ച് है, വെച്ച വേദന तू अंदर रखा हुआ യേശു दर्द, നിനക്ക് വേണ്ടി തീർക്കുമെന്ന് कि यीशु तेरे लिए करेगा. വിശ്വാസമുണ്ടോ? विश्वास है क्या? വിശ്വാസമുണ്ടോ? നിങ്ങൾ വിശ്വാസിക്കാം. ഒന്ന് ചെയ്തു നോക്കിക്കാട്ടെ. आप वो करके तो देखो. ഹല്ലേലൂയ. എനിക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. मुझे और कुछ नहीं യേശുവേ, चाहिए. നിന്നെ മതി. यीशु मुझे तू ही നിന്റെ बस. സാന്നിധ്യം മതി. तेरे सानिध्य എല്ലാ बस. ദൈവമക്കളും എഴുന്നേറ്റ് നിന്നാട്ടെ. हर एक खड़े हो जाइए. Change the style of your prayer. आपके प्रार्थना करने का तरीका को बदलो. ഇന്ന് പോയിട്ട് പ്രയർ ലിസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റി വെക്ക്. आज जाके प्रेयर लिस्ट को हटा दो. ഇന്ന് നമ്മുടെ പ്രയർ ലിസ്റ്റിൽ എന്താ സബ്ജക്ട്സ് എന്ന് അറിയാമോ? आज हमारे प्रेयर लिस्ट में सब्जेक्ट क्या है? ഒത്തിരി ജരൂരത്താ. कि ഒത്തിരി ആവശ്യങ്ങളാണ്. ആ ലിസ്റ്റിൽ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് പറ, കർത്താവേ, वो make a लिस्ट new सब prayer list. वो सब हटा के एक नया प्रेयर लिस्ट बनाओ. എനിക്ക് നിന്നെ സ്നേഹിക്കണം आमीन, ഒത്തിരി. आमीन. मुझे तुझसे प्रेम എനിക്ക് करना है. പരിശുദ്ധാത്മാവിന്റെ റിയൽ അഭിഷേകം मुझे വേണം. पवित्र आत्मा का हकीकत എനിക്ക് अभिषेक चाहिए. ക്രിസ്ത്യൻ ലൈഫിൽ ഗ്രോ ചെയ്യണം. मुझे मेरा मसीह जीवन में ग्रो करना है. ലിസ്റ്റ് ഇപ്പോ കിങ്ഡം ഓഫ് ഗോഡ്. ये सब परमेश्वर के
राज के बारे में है। കർത്താവ് പറയും എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. परमेश्वर मुझे तुझे बहुत കാരണം पसंद ഇങ്ങനെ है എന്നോട് ചോദിക്കുന്ന വളരെ മൈനോറിറ്റിയാ. कि मुझे ऐसा मांगने वाला बहुत कम है। എന്റെ അടുക്ക വരുന്നവരെല്ലാം കംപ്ലൈന്റ് കൊണ്ടാ വരുന്നത്. मेरे पास जो भी आते हैं कंप्लेन के साथ आते हैं। സ്നേഹിക്കുന്ന ആരും പറഞ്ഞു വന്നിട്ടില്ല. आज तक मुझसे प्रेम करते बोल के नहीं आया। ശലോമോൻ ദൈവത്തോട് ചോദിച്ചു. सोलोमन ने परमेश्वर से पूछा। ആയിരക്കണക്കിന് യാഗങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസാദപ്പെടുത്തി ദൈവം ശലോമോന്റെ മുറിയിൽ ഇറങ്ങി വന്നു. बहुत सारे बलि जब उसने परमेश्वर को प्रसन्न किया तो परमेश्वर उसके कमरे में उतर आया। ദൈവം ശലോമോനോട് ചോദിച്ചു നിനക്ക് എന്താ വേണ്ടത്? बोला कि सोलोमन से पूछे तुझे क्या चाहिए? ശലോമോൻ പറഞ്ഞു. सोलोमन ने कहा കർത്താവ് നീ എന്റെ കയ്യിൽ ഒരു വലിയ രാജ്യം ഏൽപ്പിച്ചിട്ടുണ്ട്. कि तूने मेरे राज हाथ में बहुत बड़ा राज को दिया ഈ है। ജനത്തെ ഭരിക്കാനുള്ള കൃപ ബുദ്ധി വിവേകം എനിക്ക് തരണം. इस प्रजा को चलाने का बुद्धि और നിന്റെ ज्ञान तो मुझे देना। രാജ്യത്തെ നയിക്കാനുള്ള കൃപ എനിക്ക് വേണമെന്ന്. तेरे राज को संभालने का जो मुझे എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് കൃപ മതിയെന്ന്. मुझे और कुछ नहीं चाहिए, मुझे अनुग्रह चाहिए। Oh children of God, do not ask money. हमें धन नहीं मांगना Do है, not ask power. हमें शक्ति नहीं मांगना Just है, ask the favor of God. हमें परमेश्वर का फेवर Just मांगना है, ask for His grace. उसके अनुग्रह के बारे में मांगना ശക്തി है। ചോദിക്കണ്ട. शक्ति मत मांगो പവറിന്റെ പിന്നാലെ പോകണ്ട. कि शक्ति के पीछे मत ലോകത്തിന്റെ जाओ, ധനത്തിന്റെ പിന്നാലെ പോകണ്ട. दुनिया के धन के पीछे मत എനിക്ക് जाओ। നിന്റെ കൃപ വേണം. मुझे तेरा अनुग्रह चाहिए। കൃപയുള്ളവന് ബാക്കി എല്ലാം ദൈവം തരും. जिसको अनुग्रह है परमेश्वर बाकी सब देगा। കൃപ മതിയേ. मुझे अनुग्रह बस। ശലോമോൻ പറഞ്ഞു सुलेमान ने कहा എനിക്കിത് മതി. मुझे यही बस। ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. परमेश्वर को पसंद ദൈവം आया। അന്നേരം ഒരു കാര്യം പറയുന്നു. परमेश्वर तब एक बात എന്താ कहा। പറഞ്ഞെന്നറിയോ? क्या എടാ, कहा? ഇന്ന് വരെ ഞാൻ എത്ര പേരോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിനക്ക് എന്തോ വേണം? आज तक जिसने मुझसे അവരെല്ലാം मांगा എന്നോട് പറഞ്ഞിട്ടുള്ളത് उस सबने मुझे कहा എനിക്ക് വലിയ ബംഗ്ലാവ് വേണം, मुझे बहुत बड़ा बंगलो चाहिए, എനിക്ക് വലിയ പേര് വേണം, നെയിം ആൻഡ് ഫെയിം, मुझे नाम चाहिए, എനിക്ക് വലിയ ധനികനാകണം. मुझे बहुत बड़ा धनी बनना है। ഇങ്ങനെ ഒരുത്തനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ऐसे पहले मैं देख रहा हूं। അതുകൊണ്ട് इसीलिए നീ ചോദിച്ച കൃപയും ഞാൻ തരും. तूने जो पूछा अनुग्रह നീ भी देगा, ചോദിക്കാത്തതെല്ലാം ഞാൻ നിനക്ക് തരും. मैं जो तूने जो नहीं मांगा वो सब तुझे देगा। കൈ കൊടുത്തിട്ട് ഇവിടെ ചോദിക്കാൻ പഠിക്കണം. आमीन। अब बाजू में हाथ देख के बोल मांगना सीख। എന്താ ചോദിക്കേണ്ടത്? क्या मांगना है? കർത്താവിനോട് പറ എനിക്ക് നിന്റെ കൃപ വേണം. परमेश्वर मुझे तेरा अनुग्रह എനിക്ക് चाहिए, നിന്നെ ഒത്തിരി സ്നേഹിക്കണം. मुझे तुझे बहुत प्रेम എനിക്ക് करना है, ദൈവരാജ്യത്തിന് വേണ്ടി ഓടണം. मुझे परमेश्वर के राज के लिए भागना है, എനിക്ക് വേറെ ഒന്നും വേണ്ടപ്പാ. मुझे दूसरा कुछ नहीं चाहिए। യേശു മതി. यीशु बस, തൻ സ്നേഹം മതി. उसका प्रेम बस। ഓ പറഞ്ഞാട്ടെ യേശു മതി. मुझे प्रेम തൻ बस, സ്നേഹം മതി. मुझे प्रेम എത്ര बस। പേർ പറയും യേശു മതിയെന്ന്? कितने लोग बोले യേശു മതി എന്ന്? എത്ര കരങ്ങളെ ഉയർത്തിക്കാട്ടെ. എനിക്ക് യേശു മതി, തൻ സ്നേഹം മതി, നിത്യജീവൻ മതി എനിക്ക്. പറയാൻ പറ്റുമോ? യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. കയറ് വന്നാട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് പാടിയാരാധിക്കാൻ പോകുകയാണ്. ഓഹോ മതി, നിത്യ സ്നേഹം മതി എനിക്ക്. ആമേൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. ഓഹോ യേശു മതി, സ്നേഹം മതി, നിത്യ ജീവൻ മതി എനിക്ക്. ഓ എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനായവൻ യേശുവത്രേ. ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനായി. യേശു മതിയായ എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനായി. യേശു മതിയായവൻ, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കേ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, കഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവൻ. കാക്കേ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, കഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്.
बढ़ूं, मैं पीछे नहीं हटूं, विश्वास के कदमों में आगे ही आगे बढ़ूं। कोई विरोध करे कुछ भी होता रहे, पीछे नहीं हटूंगा। कोई विरोध करे कुछ भी होता रहे, पीछे नहीं हटूंगा। आगे बढ़ूंगा मैं विश्वास में, सब कुछ करूंगा मैं विश्वास से। आगे बढ़ूंगा मैं विश्वास में, सब कुछ करूंगा मैं विश्वास से। कुछ भी असंभव नहीं है मेरे लिए, जय सदा मुझको। कुछ भी असंभव नहीं है मेरे लिए, जय सदा मुझको। मैं पीछे नहीं हटूं, विश्वास के कदमों में आगे ही आगे बढ़ूं। कोई विरोध करे कुछ भी होता रहे, पीछे नहीं हटूंगा। कोई विरोध करे कुछ भी होता रहे, पीछे नहीं हट। मैं पीछे नहीं हटूं, विश्वास के कदमों में आगे ही आगे बढ़ूं। मैं पीछे नहीं हटूं, विश्वास के कदमों में आगे ही आगे बढ़ूं। कोई विरोध करे कुछ भी होता रहे, पीछे नहीं हटूंगा। कोई विरोध करे कुछ भी होता रहे, पीछे नहीं हटूंगा। रोगों के या श्रापों के, पापों के भी अधीन नहीं हूँ। रोगों के या श्रापों के, पापों के भी अधीन नहीं हूँ। पाप के बंधनों पर, शैतान के शक्तियों पर जय है सदा मुझको। पाप के बंधनों पर, शैतान के शक्तियों पर जय है सदा मुझको। मैं पीछे नहीं हटूं, विश्वास के कदमों में आगे ही आगे बढ़ूं। मैं पीछे नहीं हटूं, विश्वास के कदमों में आगे ही आगे बढ़ूं। कोई विरोध करे कुछ भी होता रहे, पीछे नहीं हटूंगा। कोई विरोध करे कुछ भी होता रहे, पीछे नहीं हटूंगा। मैं पीछे नहीं हटूं, विश्वास के कदमों में आगे ही आगे बढ़ूं। मैं पीछे नहीं हटूं, विश्वास के कदमों में आगे ही आगे बढ़ूं। कोई विरोध करे कुछ भी होता रहे, पीछे नहीं हटूंगा कभी नहीं। कोई विरोध करे कुछ भी होता रहे, पीछे नहीं हटूंगा। ना डरूंगा किसी हानि से मैं, ना डरूंगा मैं पराजय से। ना डरूंगा किसी हानि से मैं, ना डरूंगा मैं पराजय से। शत्रु जय पाएगा, भाग्य नाश होएगा, ऐसे मैं ना डरूंगा। शत्रु जय पाएगा, भाग्य नाश होएगा, ऐसे मैं ना डरूंगा। मैं पीछे नहीं हटूं, विश्वास के कदमों आगे ही आगे बढ़ूं। मैं पीछे नहीं हटूं, विश्वास के कदमों आगे ही आगे बढ़ूं। कोई विरोध करे कुछ भी होता है, पीछे नहीं हटूंगा। जो भी विरोध करे कुछ भी होता है, पीछे नहीं हटूंगा। आगे बढ़ूंगा मैं विश्वास में, सब कुछ करूंगा मैं विश्वास से। आगे बढ़ूंगा मैं विश्वास में, सब कुछ करूंगा मैं विश्वास से। असंभव नहीं है मेरे लिए, जय सदा मुझको। कुछ भी असंभव नहीं है मेरे लिए, जय सदा मुझको। मैं पीछे नहीं हटूं, विश्वास के कदमों में आगे ही आगे बढ़ूं। मैं पीछे नहीं हटूं, विश्वास के कदमों में आगे ही आगे बढ़ूं।
विश्वास के कदमों में आगे ही आगे बढ़ूं, मैं पीछे नहीं हटूं, विश्वास के कदमों में आगे ही आगे बढ़ूं। कोई विरोध करे कुछ भी होता रहे, पीछे नहीं हटूंगा। अपने हॉल वेकेट करने का समय लेट हो गया, जल्दी प्रार्थना करके हम बंद करेगा। हाथों को उठाइए अच्छा आशीष के लिए, प्रभु को मुस्तैदी के लिए धन्यवाद दीजिए, प्रभु ने दिया हुआ कामों के लिए धन्यवाद दीजिए। हालेलुया। पिता आपको मुस्तैदी में आए उस वक्त से लेकर अभी तक आपका सामर्थ्य में बढ़ा, आपने हमें अभिषेक किया, आशीषित किया, इसके लिए हम धन्यवाद दे रहे हो प्रभु जी। आपका चरणों में समर्पण कर रहा हूं। आए वो तमाम परमेश्वर के बच्चों को हम आशीषित करके भेजते हैं प्रभु जी, इस अनुग्रह के साथ में उन्हें भेजते हैं प्रभु। जाने वाले दिनों में इस भरपूरी को, इस आशीष को, इस छुटकारे को और अनुभव करने के लिए आपके बच्चों को आशीषित कर दीजिए। वैसे आपने किया बोल के धन्यवाद। अगले हफ्ते जब तक हम आऊंगा तब तक आपका पवित्र पंखों के तले हम सबको रखे, सुरक्षित रख के संभाल दीजिए प्रभु जी, सहायता कर दीजिए। प्रार्थना सुना बोल के धन्यवाद। सारे आदर महिमा आपको, प्रार्थना यीशु मसीह के पवित्र नाम में हम मांगते, सुनो ग्रहण कर यीशु के नाम में, आमीन। पुण्य प्रार्थना सुनो उसके लिए धन्यवाद दीजिए। हालेलुया, हालेलुया, हालेलुया। पिता और पुत्र पवित्र आत्मा का आज सहारा और सहायता ऐसे जिंदगी के आखिरी दिन तक हमेशा अपने साथ में बने रहेंगे, आमीन। बोलो प्रभु यीशु मसीह की हालेलुया, हालेलुया, हालेलुया। आशीषित करेगा। जल्दी हमें